Hello. So, Magic morning to all. Magic morning. Magic morning. Magic morning. Magic morning. Okay. Magic morning. എല്ലാവരും ഉണ്ട് തോന്നുന്നുണ്ട്. എല്ലാവരുടെ സൗണ്ടും കേൾക്കാൻ പറ്റും. മാക്സിമം വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ ഓൺ ചെയ്തിരിക്കാവോ? ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇന്ന് വെനസ്ഡേ ആണ്. ഇന്ന് സേഫ് സൈഡ് ലോ ഓഫ് അട്രാക്ഷൻ ആണ്. അപ്പോൾ ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടി ക്ലാരിറ്റി മെൻറ്റർ ആൻഡ് ഹാബിറ്റ് ട്രാൻസ്ഫോർമേഷൻ കോച്ച് ആയിട്ടുള്ള സേഫ് സർ ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ ഈ ഒരു സെഷനിലേക്ക്. സേഫ് സർ, പ്ലീസ് വെൽക്കം സർ. ഓക്കെ. സേഫ് സാർ ഇപ്പോൾ ജോയിൻ ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ ആണ്. അപ്പോൾ സേഫ് സാറാണ് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. ഫീഡ്ബാക്ക് ടൈമിൽ നന്നായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുക. എന്ത് ഡൗട്ട്സോ കാര്യം ഉണ്ടെങ്കിലൊക്കെ ഒന്ന് ചോദിക്കാം കേട്ടോ നിങ്ങൾക്ക്. ഓക്കെ. അപ്പോൾ സേഫ് സാർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ സാജൻ സാറ് രാവിലെ തന്നെ എല്ലാം ഇരിക്കുന്നുണ്ടല്ലോ. സാറ് സാജൻ സാറൊക്കെ അല്ല സൂപ്പറായിട്ട് യാത്രയൊക്കെ ചെയ്ത് ഞങ്ങളിപ്പോൾ പോകാനിരിക്കുന്നതല്ലോ. ഒരു 2 മിനിറ്റ് ക്യാമറ ഓണാക്കി കളിച്ചിട്ട് സാറ് വരുമ്പോൾ വെൽക്കം സാർ വെൽക്കം ചെയ്യാനായിട്ട് റെഡി ആയിട്ട് അല്ലേ നോക്കിക്കാം. ക്യാമറ ഒക്കെ ഓണാക്കിയിട്ട് സാറ് അതെ. സേഫ് സാർ 2 മിനിറ്റ്സ് ആവും ജോയിൻ ചെയ്ത്. സേഫ് സാർ എന്തോ ടെക്നിക്കൽ ഇഷ്യൂ എന്തോ ആണ് തോന്നുന്നുണ്ട്. ഇപ്പൊ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. സാറിന്റെ ഇഷ്ടത്താ സാറിന്റെ ഇഷ്ടത്തിരിക്കണം. ഇഷ്ടം ലൈറ്റ് ഇടും. മൂന്നൊന്നും ഇല്ല, വെള്ളം ഉറങ്ങിക്കോട്ടെ കരുതിയിട്ട് ഇങ്ങനെ. വേറെ എന്തൊക്കെയാണ്? എവിടെ നമ്മുടെ സിന്ധു മാം, അഖില മാം ഒക്കെ, ഷൈനി മാം, ദീപ മാം?
അവിടെ ഉണ്ട് മൂലകള് മിണ്ടാതിരിക്കണേ അല്ല, ഞാൻ ഇന്നലെ മിണ്ടാതിരിക്കുക. പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ചെറിയൊരു നെറ്റ്വർക്ക് ഇങ്ങനെ വീഡിയോ ഓൺ ആക്കി ചിലപ്പോ കട്ടായാലോ വെച്ചിട്ടിരിക്കുക. ഓക്കെ ദീപ മാം ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ട്. ആ സാർ. ആ തനീഷ് ഷൈനി ഒക്കെ വന്നോട്ടെ, ഒക്കെ ക്യാമറ ഓൺ ആക്കി. അഖില മാം എവിടെ പോയി? എല്ലാരും ഓരോ ബുക്ക് റിവ്യൂ ആക്കിയാലോ? ഈ ട്രെയിനർമാരെ കാത്തിരിക്കണ്ട. പ്രൊഫസർ സാറിന്റെ വക ഒരു ബുക്ക് റിവ്യൂ, ബഷീർ സാറിന്റെ വക ഒരു ബുക്ക് റിവ്യൂ. സാർ ജോയിൻ ചെയ്യാൻ 2 മിനിറ്റ്സ് സാർ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 2 മിനിറ്റ്സ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു നോക്കാം. ദീപ മാം എങ്ങനെ സെഷൻ എടുക്കാറുണ്ടോ? ദീപ മാം ഈ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഞാൻ എടുക്കും. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഈ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും സബ്ലിമിനൽസ് എന്ന് കേട്ടിട്ടുണ്ടോ? സബ്ലിമിനൽസ് എന്ന് പറഞ്ഞിട്ട് ലോ ഓഫ് അട്രാക്ഷൻ അത് അത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? സബ്ലിമിനൽസ് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്, യൂട്യൂബിൽ അങ്ങനെ ജസ്റ്റ് കേട്ടിട്ടുണ്ട്. അതിൽ കേട്ടിട്ട് ഈ മറ്റ് ലോ ഓഫ് അട്രാക്ഷൻ്റെ മറ്റ് ടെക്നിക്സിനെക്കാട്ടിലും എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ടോ? നല്ലതാണ്. അതായത് ഓരോ യൂട്യൂബിൽ നിന്നാണ് ഞാനും കേട്ടിട്ടുള്ളത്. അപ്പൊ അതില് ഓരോന്നിനും, അതായത് ഇപ്പൊ വെൽത്ത്, ഹെൽത്ത്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പലതും ഉണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള സപ്ലിമിനൽസ് ആണ്. പിന്നെ സപ്ലിമിനൽസ് നമുക്ക് തന്നെത്താനെ നമുക്കായിട്ട് വേണ്ടിയിട്ടുള്ള സപ്ലിമിനൽസ് നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെ അറിയാവോ? അതറിയില്ല. അങ്ങനെ ചെയ്യാൻ പറ്റും തോന്നുന്നു. അതായത് നമുക്കൊരു പർട്ടിക്കുലർ ഇതുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു സപ്ലിമിനൽസ് നമുക്ക് തന്നെ ആപ്പ് വഴി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് അത് നമുക്ക്, ഇതിപ്പോൾ ജനറലി ഉള്ള സപ്ലിമിനൽസ് കേൾക്കുന്നതിനല്ലാണ്ട് നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് എഫക്റ്റ് കൂടുതൽ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, ഞാനത് ട്രൈ ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് സർ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സർ. ഗുഡ് മോർണിംഗ് ടീം. ഓക്കെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. സോ നമുക്ക് സെഷൻസിലേക്ക് പോവാം. ലൈറ്റ് കമ്മിങ് വേറൊരു ചെറിയൊരു കാര്യത്തിലായിരുന്നു, അപ്പൊ അതിൽ മിസ് ആയി പോയതാണ്. അപ്പൊ ഒന്ന് ടൈം പോയത് അറിഞ്ഞില്ല. പൊതുവെ വിളിച്ച സമയത്താണ് അത്ര സമയമായത് അറിഞ്ഞത്. മോർണിംഗ് സെഷൻ കഴിഞ്ഞതിന് ശേഷം വേറൊരു വർക്കിന് വേണ്ടിയില്ല. സോ ഇന്ന് ഞാൻ ഇതിൽ പുതിയ ആളുകളുണ്ട്, പഴയ ആളുകളൊക്കെ ഉണ്ടാവും. ലോ ഓഫ് അട്രാക്ഷന്റെ ബേസിക് ആയിട്ടുള്ള 3 കാര്യങ്ങളാണ് പറയുന്നത്. ബേസിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ബൈബിളിൽ ഒക്കെ പറയുന്ന, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്ന 3 കാര്യങ്ങൾ. അതെല്ലാ മതങ്ങളും പറയുന്നുണ്ട്. ബേസിക്കലി ആ 3 കാര്യങ്ങൾ ആർക്കെങ്കിലും അറിയാം? ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ബേസിക് ആയിട്ടുള്ള 3 കാര്യങ്ങൾ ആർക്കെങ്കിലും അറിയാം? ലോ ഓഫ് അട്രാക്ഷൻ നമുക്ക് അറിയാം. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ലൈക്ക് അട്രാക്ട് ലൈക്ക് എന്നുള്ളതാണ്. ലൈക്ക് അട്രാക്ട് ലൈക്ക് എന്ന് പറയുന്നത് വാട്ട് എവർ എനർജി, തോട്ട്സ് ആൻഡ് ഇമോഷൻ യു പുട്ട് ഔട്ട് ഇൻ ദ യൂണിവേഴ്സ് യു അട്രാക്ട് ബാക്ക് ഇൻ ടു യുവർ ലൈഫ്. നിങ്ങൾ എന്താണോ നിങ്ങൾ യൂണിവേഴ്സിലേക്ക് കൊടുക്കുന്നത്, നിങ്ങൾ എനർജി കൊടുക്കുകയാണെങ്കിലും, തോട്ട് കൊടുക്കുകയാണെങ്കിലും, ഇമോഷൻസ് കൊടുക്കുകയാണെങ്കിലൊക്കെ അതിനെന്ത് ചെയ്യും? നിങ്ങൾ യൂണിവേഴ്സിലേക്ക് കൊടുക്കുന്നതൊക്കെ നിങ്ങളേക്ക് തന്നെ അട്രാക്ട് ചെയ്തെടുക്കും. ഓക്കെ, അപ്പൊ അതിനൊരു കീ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 3 പ്രിൻസിപ്പിൾ ഉണ്ട്. നിങ്ങളെല്ലാവരും ആ പ്രിൻസിപ്പിളിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഒന്ന് ആസ്ക് എന്നുള്ള, ബാക്കി 2 നിങ്ങൾക്ക് പറയാൻ പറ്റുമായിരിക്കും. ഒന്ന് ആസ്ക് ആണ്, ബാക്കി 2 ഏതാണ്? ബിലീവ്. ആസ്ക്, ബിലീവ്, റിസീവ്. ഓക്കെ, വെരി ഗുഡ്. ആസ്ക്
ബിലീവ്, റിസീവ്. നമുക്ക് ഇന്ന് അതിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തു. അതിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പം നമുക്ക് കുറേ സംഭവങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ വരുന്ന സമയത്ത് സപ്ലിമിനൽസിനെ കുറിച്ചിട്ടാണ് ഡിസ്കഷൻസ് നടത്തുന്നത്. നമുക്ക് എങ്ങനെ അത് നമുക്കായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ വെൽത്തിന്റെ അല്ലെങ്കിൽ അബൻഡൻസിന്റെ സപ്ലിമെന്റ്സിലൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. യൂട്യൂബ് കാര്യങ്ങളൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഐ അട്രാക്ട് ഫിനാൻഷ്യൽ സക്സസ് എഫേർട്ട്ലെസ്ലി ഇങ്ങനെയൊക്കെ തുടങ്ങിയിരിക്കുന്നത് കോൺഫിഡൻസ് ആയിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ അല്ലെങ്കിൽ സെൽഫ് ലവ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കാണാൻ സാധിക്കാറുണ്ട്. ഐ ആം വെർത്തി ഓഫ് ഓൾ ഗുഡ് തിങ്സ്. അപ്പൊ അതിൽ നമുക്ക് വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമുക്ക് എവിടെയാണോ നമുക്ക് നമ്മുടെ ലൈഫിൽ, ഇപ്പൊ ചില ആളുകളുടെ ലൈഫിൽ പൈസ ഉണ്ടാവും, ആരോഗ്യം ഉണ്ടാവും. ചില ആൾക്ക് ആരോഗ്യം പൈസയൊക്കെ ഉണ്ടാവും, റിലേഷൻഷിപ്പ് ഉണ്ടാവും. അപ്പൊ അവിടെയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഒരാൾ അപ്ലോഡ് ചെയ്യുന്നതാണ്, അയാളെ ഇതിൻ്റെ ഒരു സപ്ലിമിനേഷൻ കൊടുത്തത്. അപ്പൊ അങ്ങനത്തെ ഒരു മ്യൂസിക് ഇട്ട് വേണമെങ്കിൽ നമുക്കുള്ള രീതിയിൽ നമ്മളുടെ വോയിസിൽ വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. അപ്പൊ അത് നമുക്ക് കുറച്ചുകൂടി എഫക്റ്റ് ആവുക വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓൺ വോയിസിനെ കുറച്ചും കൂടി ആസ്വദിക്കാൻ പറ്റുന്ന ആൾക്കാണെങ്കിൽ അത്തരം എഫക്റ്റിലേക്ക് വരാൻ സാധിക്കും. ഓക്കെ, സോ നമുക്ക് പിന്നെ അവിടെ ഇതിനെ കുറിച്ചിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ഈ ആസ്ക്, ബിലീവ്, റിസീവ് എന്നുള്ള ഒറ്റ 3 കാര്യത്തിനെ കുറിച്ച് മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ് നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ട് മനസ്സിലായിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയാം. ആർക്ക് പറയാൻ സാധിക്കുക? ആസ്ക്, ബിലീവ്, റിസീവ്. നിങ്ങൾക്ക് എന്താണ് മനസ്സിലായിരിക്കുന്നത്? എന്താണ് ഈ ആസ്ക്, എന്താണ് ബിലീവ്, എന്താണ് റിസീവ്? നമുക്കൊരാൾ ഉണ്ടെങ്കിൽ അത് മനസ്സിൽ ഫീൽ ചെയ്ത് അത് വിത്ത് പാഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, അത് വിശ്വാസത്തോടു കൂടി ചോദിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും. യൂണിവേഴ്സ് തരും. എങ്ങനെ തരും എന്നുള്ള ചോദിച്ചാൽ അറിയില്ല, കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വേറെ നമുക്ക് വിശക്കുന്ന സമയത്ത് നമ്മളൊരു ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം ചോദിക്കാറില്ലേ, അതേപോലെ തന്നെ നമ്മൾ വിശ്വസിച്ച് എനിക്ക് ലഭിക്കും എന്നുള്ള വിശ്വാസ പ്രകാരമുള്ള പോകേണ്ടത്, അത് അവിടെ നിന്ന് ലഭിക്കുന്നു, അത്രേ ഉള്ളൂ. അതേപോലെ പ്രപഞ്ചത്തിനോട് ചോദിക്കുന്നു, ലഭിക്കുന്നു. പ്രപഞ്ചത്തിനോട് ചോദിക്കുന്നു, ലഭിക്കുന്നു. ഓക്കെ, വേറെ പ്രപഞ്ചശക്തി തരുന്നത് നമ്മൾ സ്വീകരിക്കുക. എന്താണ് ഈ ആസ്ക്? അതിനോട് കൂടെ തന്നെ എന്താണ് ഈ ബിലീവ്, എന്താണ് ഈ റിസീവ്? ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ആസ്ക്, ബിലീവ്, റിസീവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സംഭവം. അല്ലെങ്കിൽ ബൈബിളിൽ നിന്നല്ല, നിങ്ങൾ ഇസ്ലാം മതത്തിലാണെങ്കിലും ഹിന്ദു മതത്തിലാണെങ്കിലും ജൈന മതത്തിലാണെങ്കിലും ഇനി മതം വിശ്വസിക്കുന്ന ആളാണെങ്കിലും എല്ലാത്ത ആളുകളാണെങ്കിലൊക്കെ നമ്മളൊരു കാര്യം പ്രാർത്ഥിക്കെങ്കിലും ചെയ്യും മിനിമം, അല്ലേ? ഓക്കെ, നമ്മളിതിന്റെ ഒരു സ്റ്റോറി നിങ്ങൾ എല്ലാവരും കേട്ടൊരു സ്റ്റോറി ഉണ്ടാവും, നിങ്ങൾ എല്ലാവരും ആ സ്റ്റോറി കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ഒരു മഴ പെയ്യുന്നതിന് വേണ്ടി ഒരു ഗ്രാമം മൊത്തം ഒരു പ്രാർത്ഥന നടത്തിയിരിക്കുന്ന ഒരു സ്റ്റോറി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആർക്കാണ് സ്റ്റോറി പറയാൻ സാധിക്കുക? ഞാനല്ലാത്ത ഒരാൾ ആണെന്ന് പറയാം. പക്ഷേ പറയും. അത് മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. നാളെ അങ്ങനെ ഒരു സഭ നിശ്ചയിച്ചിട്ട് അപ്പൊ എല്ലാവരും പ്രാർത്ഥനയ്ക്ക് ചെല്ലുകയാണ്. പ്രാർത്ഥന കിട്ടും എന്നുള്ള വിശ്വാസത്തിലാണ് എല്ലാവരും ചെല്ലുന്നത്. പക്ഷെ ഒരു കുട്ടി മാത്രമേ കുട എടുത്തു വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാവരും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം അതിലാണ് ആ ബിലീഫിന്റെ അംശം കുറയുന്നത്. അല്ലേ? അപ്പോ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. അതിൽ ആ സ്റ്റോറി ചെറിയൊരു സ്റ്റോറി ആണെങ്കിൽ അതിൽ തന്നെ പറയുന്നുണ്ട്, നമ്മുടെയൊക്കെ ലൈഫിൽ ആസ്കും ബിലീഫും റിസീവും ഉണ്ടാകുമ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ, ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഓക്കെ, ഞാനും റസാഖ് സാറും തമ്മിൽ നല്ല കണക്ഷനാണ്. അപ്പൊ റസാഖ് സാറ് ഒരു കാര്യം ചോദിച്ചു, ഞാൻ റസാഖ് സാർ എനിക്ക് ചെയ്തു തരുമെന്ന് അറിയാം. ഓക്കെ, അപ്പൊ ഞാൻ റസാഖ് സാറോട് പറഞ്ഞു, റസാഖ് സാർ എനിക്കൊരു 5000 രൂപ വേണം. അപ്പൊ റസാഖ് സാർ പറഞ്ഞു, എന്നാണ് സേഫ് വേണ്ടത് വെച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഇന്ന് വേണ്ട, ഇന്നിപ്പോ 5-ാം തീയതി ആണല്ലോ, എനിക്ക് 10-ാം തീയതിയാണ് ആവശ്യമുള്ളത്. സാർ 10-ാം തീയതി തന്നാൽ മതി, ഞാനതൊരു 15-ാം തീയതി റിട്ടേൺ തന്നെ ചെയ്യാൻ പറഞ്ഞു. റസാഖ് സാർ എന്നോട് കമ്മിറ്റായി. റസാഖ് സാർ എനിക്ക് ഫുള്ളി വിശ്വാസമാണ്, ഒരു ഡൗട്ടും ഇല്ല റസാഖ് സാർ അത് തരുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ ഇന്ന് പൈസ ചോദിച്ചു, 5-ാം തീയതി ചോദിച്ചു. ഇന്ന് വൈകുന്നേരം റസാഖ് സാർ 10-ാം തീയതി പൈസ തരൂല്ലേ? ഓക്കെ, പിന്നെ നാളെ രാവിലെ വിളിച്ചിട്ട് വീണ്ടും റസാഖ് സാർ പിന്നെ 10-ാം തീയതി ഞാൻ പറഞ്ഞ പൈസ മറക്കണ്ടപ്പോ. ഇങ്ങനെ ഞാൻ റസാഖ് സാർ വിശ്വാസം ഉണ്ടെങ്കിൽ വീണ്ടും ഇതിങ്ങനെ റിമൈൻഡ് ചെയ്ത് ചോദിക്കുക. അതല്ല, ഞാൻ എനിക്ക് 5000 രൂപന്റെ നീഡ് എന്താണോ ആ നീഡിലേക്കുള്ള സ്റ്റെപ്പ് എടുക്കുക. ഈ 5000 രൂപ എനിക്ക് ആവശ്യം ഉണ്ടാവും,
റസാഖ് സാർ തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇപ്പൊ അതെന്റെ വീട് പണിക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ് സംഘടിപ്പിച്ചത്. എന്റെ വീട് പണിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ 10-ാം തീയതിയാണ് എനിക്ക് കല്ലിറക്കാനോ കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ അതിലേക്കൊക്കെ ഒരു 5000 രൂപ ഷോർട്ട് ഉണ്ട്. 5000 രൂപ ഞാൻ റസാഖ് സാറിനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ റസാഖ് സാറിനോട് ചോദിച്ചു, റസാഖ് സാർ എനിക്ക് തരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ 10-ാം തീയതി വരെ കാത്തു പോകും, റസാഖ് സാർ തരുമോ നോക്കട്ടെ. റസാഖ് സാർ വിശ്വാസമുള്ള ഒരാളാണെങ്കിൽ റസാഖ് സാർ തരുമോ നോക്കട്ടെ, തിന്നിട്ട് കല്ലിറക്കാന്ന് കരുതുമോ? അല്ല, ഞാൻ എനിക്ക് വേണ്ട കല്ലിന് ഓർഡർ കൊടുത്തിട്ടുണ്ടാവും. എന്തായിരിക്കും ഞാൻ ചെയ്യാം? റസാഖ് സാറിനുള്ള വിശ്വാസത്തിൽ കല്ലിന് ഓർഡർ കൊടുത്തിട്ടുണ്ടാവും. റസാഖ് സാർ ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കല്ലിന് ഓർഡർ കൊടുത്തിട്ടുണ്ടാവും. അതായത് എന്ത് ചെയ്തിട്ടുണ്ടാവും? അതിലേക്കുള്ള ആക്ഷൻസിലേക്ക് ഞാൻ മൂവ് ചെയ്തിട്ടുണ്ടാവും. കറക്റ്റ് ആണോ? ഓക്കെ. ഞാൻ ചോദിച്ചോ? ചോദിച്ചു. ബിലീവ്, വിശ്വസിച്ചോ? റിസീവ് ചെയ്തോ? മൂന്നാമത്തെ സ്റ്റെപ്പ് ചെയ്തോ? റിസീവ്, സ്വീകരിച്ചോ? അതിനെ സ്വീകരിച്ചോ? ഞാൻ ആ കല്ലിന് ഓർഡർ കൊടുത്തുകൂടി അത് സ്വീകരിച്ചു. ഞാൻ ഓർഡർ കൊടുത്തിട്ടില്ലെങ്കിൽ അത് സ്വീകരിക്കുന്നില്ല, അല്ലെ? സ്വീകരിക്കുന്ന എപ്പോഴാണ്? 10-ാം തീയതിയാണ്. ഞാൻ 5-ാം തീയതി തന്നെ അതിനെ സ്വീകരിച്ചു. 5-ാം തീയതി എങ്ങനെ സ്വീകരിച്ചിരിക്കുന്നത്? ഞാൻ അതിനുള്ള ആക്ഷൻസിലേക്ക് കൊടുത്തു കഴിഞ്ഞു. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ ഒക്കെ ഒരു സാധനം ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ അതിന് വെയിറ്റ് ചെയ്യുക, അല്ലെ? ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടാവും. ആ ഡേറ്റിൽ ആ സാധനം എത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വെയിറ്റ് ചെയ്യാണ് ചെയ്യുക. നമ്മൾ അതിന്റെ ബാക്കി കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞുള്ള കാര്യങ്ങളിലേക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാത്തതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു വിശ്വാസിയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യും? ഒരു വിശ്വാസി എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചു കഴിഞ്ഞ കാര്യങ്ങളായിട്ട് വിശ്വാസമുണ്ട്. അപ്പോൾ അതിന്റെ ആക്ഷൻസിലേക്ക് എടുക്കും. നമ്മളവിടെ എന്താണ് വിഷയം ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും ഹെൻറി ഫോർഡ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഹെൻറി ഫോർഡ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഹെൻറി ഫോർഡ് എന്ന് പറഞ്ഞാൽ ഫോർഡിന്റെ സ്ഥാപകൻ, അല്ലെങ്കിൽ എൻ്റെ ഫേവറേറ്റ് കോട്ടാണ്, വെദർ യു തിങ്ക് യു ക്യാൻ ഓർ യു തിങ്ക് യു ക്യാൻ, യു ആർ റൈറ്റ്. ഓക്കെ. നിങ്ങളെ കൊണ്ടൊരു കാര്യം ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അത് സത്യമാണ്. ചെയ്യാൻ സാധിക്കില്ല എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അത് സത്യമാണ്. ഇവിടെ നമുക്ക് ആസ്കിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഇന്നത്തെ ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? എന്താ വേണ്ടത്? എത്ര പേർക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് അറിയാം എനിക്ക് ഇന്ന റിസൾട്ടാണ് വേണ്ടത്? അവരൊന്ന് ചാറ്റ് ബോക്സിൽ ആയി കമന്റ് ചെയ്ത്, ഇന്നത്തെ ഒരു ദിവസത്തിൽ ഞാൻ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ രാവിലെ എണീറ്റു, ഇന്നത്തെ ദിവസത്തിൽ എന്തൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസം ഞാൻ വിഷ്വലൈസ് ചെയ്തിട്ട് എനിക്ക് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന റിസൾട്ട് ഉണ്ട്. ഓക്കെ. ആ റിസൾട്ടാണ് ഞാൻ രാവിലെ എണീറ്റതിന് ശേഷം വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത്. എൻ്റെ മീറ്റിംഗ്സുകൾ, കാര്യങ്ങൾ, ക്ലയൻസ് മീറ്റിംഗുകൾ, അതിന് ഇതാക്കണം. ബഷീർ സാറിന് ഇന്നത്തെ ദിവസത്തിൽ എന്താണ് വേണ്ടതെന്നാണ്. ഇവിടെ ആദ്യം വേണ്ട സംഭവം എന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങളെ മോൻ വന്നിട്ട് പറയാണ്, ഇപ്പൊ നൗഫലിന്റെ മോൻ വന്നിട്ട് പറയാണ്, എനിക്ക് ഒരു 500 രൂപ വേണം. നൗഫൽ ഉടനെ എടുത്തെടുക്കുമോ? നൗഫൽ, നിങ്ങളെ മോൻ വന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ, കുട്ടി വന്നിട്ട് ചോദിക്കുക, എനിക്കൊരു 500 രൂപ വേണപ്പാ എന്ന് പറഞ്ഞു, നിങ്ങൾ എന്താ ചെയ്യുക? ഉടനെ 500 രൂപ എടുത്തെടുക്കുമോ? ഇല്ല, ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ എന്താ ചോദിക്കുക? മോനോട് തിരിച്ചെന്താ ചോദിക്കുക? എന്തിനു വേണ്ടിയാണെന്നുള്ള കാര്യം ചോദിക്കും. യെസ്, എന്തിനു വേണ്ടിയാണെന്നുള്ള കാര്യം ചോദിക്കും. ക്ലാരിഫൈ എന്ന് പറയാൻ, അല്ലെങ്കിൽ ക്ലിയർലി ഡിഫൈൻ വാട്ട് യു വാണ്ട്. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് അറിയുന്നില്ലെങ്കിൽ യൂണിവേഴ്സിന് തരാൻ സാധിക്കില്ല. എനിക്ക് എന്താണ്? എനിക്ക് ഒരുപാട് പൈസ വേണം എന്ന് പറയാണ്. എനിക്ക് ഒരുപാട് പൈസ വേണമെന്ന് പറയാണ്. ഞാനിപ്പോ അത് എൻ്റെ നാട്ടിലെ ഒരാളോട് പോയിട്ട് പറയണേ, എനിക്ക് ഒരുപാട് പൈസ വേണമെന്ന് പറഞ്ഞു. ഓക്കെ. അയാൾക്ക് മാസം വരുമാനം ഉണ്ടാകുന്നത് മാസം വരുമാനം എന്ന് പറഞ്ഞത് ഒരു 10,000 രൂപ അല്ലെങ്കിൽ 30,000 രൂപ വരുമാനമുള്ള ഒരാളാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ് എനിക്ക് ഒരുപാട് പൈസ വേണമെന്നുള്ളത്. പിന്നെ മാസം 10,000 രൂപ വരുമാനമുള്ള ഒരാൾ പറഞ്ഞാൽ ഒരുപാട് പൈസ വേണമെന്നുള്ളത്. മാസം ഒരു 30 ലക്ഷം വരുമാനമുള്ള ഒരാളുണ്ട്, അയാളോട് ഞാൻ പറഞ്ഞു ഞാൻ ഒരുപാട് പൈസ വേണം. മാസം ഒരു 30 കോടി വരുമാനമുള്ള ഒരാളുണ്ട്, മാസം ഒരു 300 കോടി വരുമാനമുള്ള ഒരാളുണ്ട്, മാസം ഒരു 30,000 കോടി വരുമാനമുണ്ട്. ഞാൻ ഇവരോടൊക്കെ പോയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, എനിക്ക് ഒരുപാട് പൈസ വേണം. ആ ഒരുപാട് ലിമിറ്റ് എന്തായിരിക്കും? മാസം 30,000 രൂപ വരുമാനമുള്ള ഒരാളുടെ ഒരുപാട് എത്ര ആയിരിക്കും? അല്ലെങ്കിൽ എനിക്ക് ധാരാളം എന്ന് പറയുകയാണെങ്കിൽ എത്ര ആയിരിക്കും? അല്ലേ? നമ്മൾ സാധാരണ പറയാറില്ല, ഇപ്പം 10 ഇട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കൺഫ്യൂഷൻ ആവും. ഒരാൾ പറയാണ് അവിടെ ഒരു 10 ഇട്ടോ എന്ന് പറഞ്ഞു. 10 ഇട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പൈസക്കാർ, ഇപ്പം MA യൂസുഫലിയും നബീപിള്ളിയും തമ്മിൽ കോൺവെർസേഷൻ നടക്കാം. അപ്പം നബീപിള്ള പറയാണ് യൂസുഫ് ഒരു 10 ഇട്ടോ എന്ന് പറഞ്ഞു.
ഓക്കെ. അപ്പൊ അവരെത്ര ആയിരിക്കും ഇടുക 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? 10 CR 10 ലാക്കോടും. അല്ലെ, 10 CR അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തുള്ള ട്രില്യണോ ബില്യണോ ഒക്കെ കയറി അവർ സംസാരിക്കുന്നത്. നമ്മൾ ഒരാൾ വെച്ചിട്ട് അറിയാം, ഞാൻ എന്റെ ഫ്രണ്ട് വെച്ചിട്ട് 10 പറഞ്ഞാൽ എത്ര ആയിരിക്കും ഇടുക? 10,000 കിട്ടും. 1000 റുപ്യ ഒരു 10,000 ഇടും അല്ലെ. മാക്സിമം 10 പറഞ്ഞാൽ എന്റെ ഒരു സർക്കിൾ ഒരാൾ ചിലപ്പോൾ ഒരു 10,000 ഇടും. ഒരു 10 അക്കൗണ്ട് ഇട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം. ഇനി ചെറിയ 2 കുട്ടികൾ തമ്മിൽ പറയുകയാണ്, ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടി ആ ഒരു 10 ഇട്ടോ എന്ന് പറയുന്നത്, 5ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 8ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടി എത്ര ഇടുക? 10 രൂപ ഇടും. ക്ലിയർ ആണോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിന്റെ അടുത്ത് നിങ്ങൾക്ക് ഈ ധാരാളം അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞാൽ കിട്ടൂല. കിട്ടണമെങ്കിൽ എന്ത് വേണം? ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ട സാധനം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബി സ്പെസിഫിക് അബൌട്ട് വാട്ട് യു ഡിസൈർ. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ് എന്നുള്ളത് വളരെ കറക്റ്റ് ആയിട്ട് അറിയണം. ദ യൂണിവേഴ്സ് ഓർ സബ് കോൺഷ്യസ് മൈൻഡ് നീഡ് ക്ലാരിറ്റി. യൂണിവേഴ്സിനും ക്ലാരിറ്റി വേണം, സബ് കോൺഷ്യസ് മൈൻഡിനും ക്ലാരിറ്റി വേണം. കാരണം അവിടെ ഇങ്ങനെ അപ്ലിക്കേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഓക്കെ, നിങ്ങളെ ഓഫീസിലേക്ക് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് റെസ്യൂം ഇങ്ങനെ വന്നുകൊണ്ട് ഇഷ്ടംപോലെ റെസ്യൂം വരുന്നുണ്ട്. ഇപ്പൊ റെസ്യൂമിന് തന്നെ കറക്റ്റ് പേരൊന്നും ഇല്ലാത്ത കുറെ റെസ്യൂം വന്ന് വളരെ സ്പെസിഫിക് ആയിട്ട് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ചെയ്ത് റെസ്യൂം, നിങ്ങൾ ഏത് റെസ്യൂമ സോർട്ട് ചെയ്യാം? 100 റെസ്യൂം നിങ്ങൾക്ക് വന്ന്, നിങ്ങൾക്ക് വേണ്ടത് ഒരാളെ ആവശ്യമുള്ളൂ. നിങ്ങൾ ആ റെസ്യൂമിൽ ഒരു 50 റെസ്യൂം അത് സോർട്ട് ചെയ്യുകയാണെങ്കിൽ റെസ്യൂമേ അത് വൃത്തിയുള്ള നോക്കൂലേ നിങ്ങൾ, അല്ലേ? നോക്കൂലേ? പിന്നെ ആ റെസ്യൂമിൽ നിന്നുള്ള ആൾക്കാർ ഇന്റർവ്യൂ ചെയ്തിട്ട് അതിന് പറ്റുന്ന ആൾക്കാരല്ലേ നിങ്ങൾ ചെയ്യാം. റെസ്യൂം സോർട്ടിങ് എന്ന സംഭവം നടക്കൂലേ? എന്ന പോലെ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലേക്ക് റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾ മാത്രമല്ല, കുറേ ആളുകൾ റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട്. അയാൾക്ക് ഇതൊക്കെ നോക്കുമ്പോൾ ക്ലാരിറ്റി കിട്ടുന്ന സാധനത്തിലേക്കാണ് കൊടുക്കുക. അപ്പം അതിനെന്താ വേണ്ടത്? നിങ്ങൾക്ക് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വാണ്ട് മോർ മണി. ഒരാൾ പറയാണ് എനിക്കൊരു ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് പൈസ വേണം എന്നുള്ളത്, നേരെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഐ വാണ്ട് ടു ഏൺ ആൻ അഡീഷണൽ 50,000 ദിസ് മന്ത് ത്രൂ മൈ ബിസിനസ്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, എന്റെ ബിസിനസ്സിൽ നിന്ന് എനിക്ക് ഈ മാസത്തിൽ ഒരു 50,000 രൂപ അഡീഷണൽ ആയിട്ട് ഏൺ ചെയ്യണം എന്നുള്ളതിനെ നിങ്ങൾ ഒരു വാണ്ടാക്കി മാറ്റുമ്പം, ഒരു ആഗ്രഹമാക്കി മാറ്റുമ്പോൾ, ഒരു നീഡാക്കി മാറ്റുമ്പോഴാണ് അത് നിങ്ങളിലേക്ക് എത്തുക. അത് എത്തണമെങ്കിൽ അപ്പൊ ബാക്കിയുള്ള സ്റ്റെപ്പുകൾ അത് ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്താ നോക്കേണ്ടത്? അപ്പൊ നിങ്ങൾ അതിനുള്ള ആക്ടിവിറ്റീസ് എന്താ നോക്കണം. ഓക്കെ, അപ്പൊ എന്താണ് ഈ 50,000 കിട്ടുന്നതിന് എന്താണ്? അപ്പൊ നിങ്ങളുടെ ബുദ്ധിക്ക് ഒരു സാധനം വരും, അത് വെച്ച് നിങ്ങൾ തുടങ്ങുക. അതാണ് നേരത്തെ ബഷീർ സാർ പറഞ്ഞ ഹൗ എന്നുള്ള ക്വസ്റ്റ്യൻസ് എനിക്കറിയാം, എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെ കിട്ടുക? നിങ്ങൾക്ക് എന്താണോ അറിയുന്നത് അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്യാൻ തയ്യാറാവണം. ഇപ്പൊ ഞാനൊരു കോഴ്സ് അനൗൺസ് ചെയ്തു എൻ്റെ ഓഫീസിൽ. ഓക്കെ, എൻ്റെ ഓഫീസിൽ ഞാൻ എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഒരു ഐഡിയ വന്നു. അപ്പൊ ഒരു കോഴ്സ് ഞാൻ അനൗൺസ് ചെയ്തു. 2 മാസത്തെ എൻ്റെ ഓഫീസിൽ വന്നിട്ട് ഒരു കോഴ്സ് ചെയ്യുന്ന ഒരാൾക്ക് 100% ഞാൻ ജോലി കൊടുക്കും. ആ 2 മാസത്തെ കോഴ്സിന്റെ ഫീ എന്ന് പറയുന്നത് 20,000 രൂപയാണ്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, 20,000 രൂപ നിങ്ങൾ തരണ്ട, 5,000 രൂപ തന്നാൽ മതി കോഴ്സ് ഫീ ആയിട്ട്. ബാക്കി 15,000 രൂപയും നിങ്ങൾക്ക് ജോലി കിട്ടിയതിന് ശേഷം തന്നാൽ മതി. ജോലി ആര് തരും? ഞാൻ തന്നെ നൽകും. എവിടെ നൽകും? എൻ്റെ ഓഫീസുകളിലോ ഞാൻ കൺസൾട്ടിങ് കൊടുക്കുന്ന ഓഫീസുകളിലോ നൽകും. പക്ഷെ എൻ്റെ ഈ കോഴ്സിന് ആരും വന്നിട്ടില്ല ഇതുവരെ. അതിനർത്ഥം എന്താ? ഈ കോഴ്സിന് ആള് വരൂല എന്നുള്ളതാണോ? അതിന്റെ അർത്ഥം ഈ കോഴ്സിന് ആള് വരൂല എന്നാണോ? ഞാൻ അതിനടുത്തിരിക്കുന്ന ആക്ഷൻസ് ക്ലിയർ ആയിട്ട്, ഞാൻ ആദ്യം വാട്സ്ആപ്പ് ത്രൂ മാർക്കറ്റ് ചെയ്ത് നോക്കി. വാട്സ്ആപ്പ് ത്രൂ മാർക്കറ്റ് ചെയ്തപ്പോൾ റിസൾട്ട് കിട്ടുന്നില്ല. അപ്പൊ ഞാൻ രണ്ടാമത് വീണ്ടും അജിഷ കേൾക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഗോപിക കേൾക്കുന്നുണ്ടോ? ആ ഗോപിക, നമ്മൾ എന്താ ആക്ഷൻസ് ആണ്? നമ്മളിപ്പോ അതൊരു മാസമായി പ്ലാൻ ചെയ്യുന്നു അല്ലെ? ഒരു മാസത്തിലധികമായില്ല പ്ലാൻ ചെയ്യുന്നത്. നമുക്ക് സക്സസ് ആയോ? ഇതുവരെ സക്സസ് ആയോ? ഇല്ല സർ, ആയിട്ടില്ല. അപ്പൊ നമ്മൾ എന്താണ് ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം നമ്മൾ എന്തൊക്കെയാ അതിന് ചെയ്തു? ഗോപിക എന്ന് പറഞ്ഞു കൊടുത്തേ. നമുക്കിപ്പോ വാട്സപ്പ് ത്രൂ നമ്മൾ ഗ്രൂപ്പുകളിലും നമ്മൾ പേഴ്സണലി കോൺടാക്ട്സിലേക്ക് ഒരുപാട് ഷെയർ ചെയ്തു. പിന്നെ ബൾക്ക് വാട്സപ്പ് ചെയ്തു. പിന്നെ അതിനായിട്ട് സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്ത് അങ്ങനെ ബൾക്ക് വാട്സപ്പ് പോകുന്നുണ്ട്. പിന്നെ നോട്ടീസ് അടിച്ച് ഡിസ്ട്രിബ്യൂട്ട് കിട്ടിയോ? അതായത് ഒരു ബൾക്ക് വാട്സപ്പ് ഇതിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്തു, ഒരു സോഫ്റ്റ്വെയർ. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ GST അത് ഇതൊക്കെ കൊടുത്തിട്ട് ഒരാഴ്ച അതിനെടുത്തു. അങ്ങനെ ഒരാഴ്ച അതൊക്കെ എടുത്ത് ഇങ്ങനെ വന്ന സമയത്ത് ആ സോഫ്റ്റ്വെയറിന്റെ ഇതൊക്കെ വന്ന സമയത്ത് അത് വർക്ക് ആവുന്നില്ല. അപ്പൊ എന്താണ്? ATM കാർഡിന് എന്തോ പ്രശ്നമില്ല. രണ്ടാമത് ATM കാർഡിന് അപ്ലൈ ചെയ്തു. 2 ATM കാർഡൊക്കെ വന്നു. ATM കാർഡൊക്കെ വെച്ചു, അത് ശരിയാക്കി. അതൊക്കെ ശരിയാക്കിയിട്ട് ആദ്യം ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പോസ്റ്റർ ഉണ്ടാക്കി, വർക്കായില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കി പോസ്റ്ററിന്റെ പ്രശ്നം. അടുത്ത പോസ്റ്റർ ഉണ്ടാക്കി, വർക്കായില്ല. അടുത്ത കോണ്ടന്റ് ഉണ്ടാക്കി, വർക്കായില്ല. അവസാനം വീഡിയോ ഉണ്ടാക്കി, വർക്കായില്ല. ഓക്കെ, അപ്പം ഇനി പ്രോഗ്രാം നടക്കൂല, നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പൊ അത് വർക്കായില്ല. അപ്പൊ ഞങ്ങൾ അടുത്ത് എന്ത് ചെയ്തു? ഞങ്ങൾ ഒരു ഫ്ലക്സ് ഡിസൈൻ ചെയ്തു. ഫ്ലക്സ് ഡിസൈൻ ചെയ്തിട്ട് എവിടെ വെച്ചു? ഞങ്ങളുടെ ഓഫീസിന്റെ മുമ്പിൽ വെച്ചു. വർക്കായില്ല. ഓക്കെ, അപ്പൊ ഞങ്ങൾ കരുതി ഈ മാർക്കറ്റിംഗ് മെത്തേഡിലുള്ള മിസ്റ്റേക്ക് ആണ്.
അപ്പൊ ഞങ്ങൾ നോട്ടീസ് അടിച്ചു. എന്നിട്ട് ഒരു പയ്യനെ വിളിച്ച് ആ പയ്യന് 500 രൂപയൊക്കെ കൊടുത്തിട്ട് അവൻ ഇവിടെയുള്ള ഇവിടെയൊക്കെ ഈ പോസ്റ്റുമേല് അതേപോലെ അവിടെ ഇവിടെ കുറെ സ്ഥലത്ത് ഒട്ടിച്ചു നോക്കി, വർക്കായില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കി? ഈ പ്രോഗ്രാം വർക്കാവില്ല നമ്മൾ നിർത്തിയില്ല. വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? വലിയൊരു ഫ്ലക്സും കൂടി ഡിസൈൻ ചെയ്തു. എന്നിട്ട് പറഞ്ഞു കൊണ്ടോടി ടൗണിൽ എല്ലാവരും കാണുന്ന സ്ഥലത്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ അതിന്റെ ഫ്രെയിം വർക്ക് നടന്നു കൊടുക്കുകയാണ്. ഇനി അത് വെച്ച് നോക്കും. വർക്കായി കഴിഞ്ഞാൽ ആ ഫോർമുല സക്സസ് ആയി. അപ്പൊ നമുക്കൊരു ഫോർമുല കിട്ടി, നമുക്ക് മനസ്സിലായി ഇനി ഒരു കോഴ്സ് ഡിസൈൻ ചെയ്യണമെങ്കിൽ ഇത് എവിടെ എങ്ങനെ ചെയ്യണം. വർക്കായിട്ടില്ലെങ്കിലോ വീണ്ടും അടുത്ത സ്റ്റെപ്പ് നോക്കും. നമുക്ക് എന്ത് ഓപ്ഷൻസ് ഉള്ളൂ? ആസ്ക്. നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ അത് യൂണിവേഴ്സിന്റെ പ്രശ്നമല്ല. യൂണിവേഴ്സിന്റെ പ്രശ്നമല്ല. നിങ്ങൾ മുളക് കൊണ്ടുപോയിട്ട് മില്ലിൽ ഇട്ടിട്ട് മല്ലിപ്പൊടി വേണം പറഞ്ഞാൽ കിട്ടുമോ? ഒരു മില്ലിൽ നിങ്ങൾ മുളകാണ് പൊടിക്കാൻ കൊടുത്തത്, നിങ്ങൾ പറഞ്ഞത് എനിക്ക് മല്ലിപ്പൊടി വേണം, കിട്ടുമോ? ഇല്ലല്ലോ. മുളക് ഇട്ട് കഴിഞ്ഞാൽ മുളകിന്റെ പൊടിയല്ലേ കിട്ടില്ല. അപ്പൊ നമ്മൾക്ക് ആക്ഷൻസിൽ എന്ത് ചെയ്യേണ്ടി വരും? മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി വരും. ക്ലിയർ ആണോ? നിങ്ങളൊരു കാര്യം ചോദിച്ചു, നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താണ് മാറ്റം? യൂണിവേഴ്സിറ്റിയുടെ പ്രശ്നമല്ല, മാറ്റം കൊണ്ടുവരേണ്ടത് നിങ്ങൾ ആക്ഷൻസിലാക്കണം. അതിൽ നിങ്ങൾക്ക് എന്ത് അറിയണം? കറക്റ്റ് ആയിട്ട് എന്താണ് ചോദിക്കേണ്ടതാണ്. ഓക്കെ, ആസ്കിന്റെ ഏറ്റവും വലിയ വിഷയം എന്താ? എനിക്ക് കുറെ പൈസ വേണം. അങ്ങനത്തെ ഒരു സംഭവം ലോകത്തില്ല. ക്ലിയർ ആണോ? അങ്ങനത്തെ ഒരു സംഭവം ലോകത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ 10 എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ആയിട്ടല്ല കേട്ടോ. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നാണ്. ബിലീവ് എന്ന് പറയുമ്പോൾ എന്താണ്? ആസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആസ്കിൽ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഫസ്റ്റ് നിങ്ങൾ എപ്പോഴും ആസ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട സാധനം എന്താണ്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് ക്ലിയർലി ഡിഫൈൻ വാട്ട് യു വാണ്ട്. ക്ലിയർലി, വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അറിയണം. ആ ക്ലാരിറ്റി എന്ന് പറയുന്നത് അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് എൻ്റെ വീട്ടിലേക്കുള്ള സാധനം വേണം. സൂപ്പർ മാർക്കറ്റിൽ ഒരു അമ്പ്ലോയിനോട് പറയാണ്, അല്ല എൻ്റെ വീട്ടിലേക്കുള്ള സാധനം വേണം കേട്ടോ പറഞ്ഞു. അയാൾക്ക് എന്താ തരാൻ പറ്റും? നിങ്ങൾ വീട്ടിലേക്ക് എന്താ വേണ്ട അയാൾക്ക് അറിയോ? ഇല്ല. അതേ സമയത്ത് സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾ ലിസ്റ്റ് കൊടുത്തു, എന്നിട്ട് പറഞ്ഞു ഈ സാധനം വേണമെന്ന് പറഞ്ഞാൽ അവരെടുത്ത് വെക്കൂലേ? എന്തെങ്കിലും ആൻസർ പറയാത്ത? എസ് ഓർണോ? ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്ത് എസ് ഓർണോ? എസ് ഓർണോ? അല്ലേ? എന്നതുപോലെ സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന പോലെയാണ്. അവിടെ കുറേ സാധനങ്ങൾ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് അറിയണം. രണ്ടാമത്തെ സ്റ്റെപ്പാണ് എന്ത്? രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ഒരു സംഭവമാണ് എന്ത്? ബിലീവ്. ഇവിടെയാണ് ഈ മാനിഫെസ്റ്റേഷൻ നടക്കുക. ഡെവലപ്പ് എ സ്ട്രോങ് ഫെയ്ത്ത് ദാറ്റ് ഇറ്റ് വിൽ മാനിഫെസ്റ്റ്. എന്താണ്? അവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫെയ്ത്തിനെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി മാത്രമാണ് അത് വിശ്വസിച്ചത്. ആ കുട്ടി മാത്രമാണ് വിശ്വസിച്ചത്. ആ കുട്ടി മാത്രമാണ് അത് റിസീവ് ചെയ്യുന്നതിന് വേണ്ടി മഴ പെയ്യുന്ന സമയത്ത് കൊട വേണം, അപ്പോഴാണ് ഞാൻ നനയാതിരിക്കുന്നുള്ള എക്സാക്ട് വിശ്വാസം ആ കുട്ടിക്ക് മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ ബേസിക് റൂളാണ്. രണ്ടാമത്തെ കാര്യമാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക? അതിന് അത്ര റിമൂവ് ഡൗട്ട്സ് ആൻഡ് ട്രസ്റ്റ് ദ പ്രോസസ്. ആ പ്രോസസ്സിന് ട്രസ്റ്റ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഇത് വർക്ക് ചെയ്തില്ല, അപ്പൊ നോട്ടീസ് അല്ല, പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതിനെ കൂടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വർക്കായില്ല. അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തപ്പോൾ മുസ്തു പറഞ്ഞു, ഇപ്പൊ ഇതെന്താ വെച്ചാൽ നമുക്കിത് ഓൺലൈൻ ആണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. നമുക്കിത് കൊണ്ടോട്ടി ഏരിയയിൽ നിങ്ങൾ പറയുന്ന ഏരിയ എന്ന് പറയണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അത്ര സ്പെസിഫിക് ആയിട്ട് വർക്ക് ആവുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഡൗട്ട്സിനെ മാറ്റി നമ്മൾ ഒരു പ്രോസസ്സിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് നിങ്ങളുടെ ലൈഫിൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്ന് പറഞ്ഞ ഗ്രോത്ത് ഉണ്ട്. 2 ടൈപ്പ് ഓഫ് ഗ്രോത്ത് ഉണ്ട്. അതിൽ ഒരു ഗ്രോത്ത് ആണ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്. ഈ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിലുണ്ടാവും, ഒരു മുള മാതിരി ഉണ്ടാവാം. തുടക്കത്തിൽ അതിന്റെ ഗ്രോത്ത് കാണാൻ സാധിക്കില്ല. പക്ഷെ കുറെ ടൈം എടുക്കുമ്പോൾ അതിന്റെ സ്ട്രോങ് ഗ്രോത്തിലേക്ക് അത് പോകും. വേറെ ടൈപ്പ് ഓഫ് ഗ്രോത്ത്, ലീനിയർ ഗ്രോത്ത്. അവിടെ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾക്ക് എന്തുണ്ടാവില്ല, അങ്ങനത്തെ ഫസ്റ്റ് വലിയൊരു ഗ്രോത്ത് ഉണ്ടാവും, പിന്നെ ആ ഗ്രോത്ത് കുറഞ്ഞു വരിക ചെയ്യും. അപ്പൊ ഈ ലോ ഓഫ് അട്രാക്ഷന്റെ അധിക കാര്യത്തിലും ആ പ്രോസസ്സിൽ ഇങ്ങനെ ട്രസ്റ്റ് ചെയ്യണം നിങ്ങൾ. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ അങ്ങനത്തെ കുറെ ആളുകൾ കാണാൻ പറ്റും. എസ്പെഷ്യലി നിങ്ങൾക്ക് ഈ ഫിലിം ഫീൽഡിൽ ഇപ്പൊ ഹാരി പോട്ടർ ഒക്കെ എഴുതി, ഹാരി പോട്ടർ ആരാ എഴുതിയിരിക്കുന്നത്? ജെ.കെ. റൗളിംഗ് അല്ലേ? ജെ.കെ. റൗളിംഗ് ഒക്കെ പറയുന്നുണ്ട് അവരുടെ പുസ്തകങ്ങൾ അവരുടെ ഡിവോഴ്സ് ഒക്കെ ആയിട്ട് വളരെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ റിജക്ട് ചെയ്തു. ആ റിജക്ട് ചെയ്ത സമയത്തൊക്കെ ഇയാൾ ഈ പ്രോസസ്സിൽ ഇങ്ങനെ വിശ്വസിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ്. അതേപോലെ ഇപ്പൊ ജോജു ജോർജ്, അതേപോലെ നിങ്ങളുടെ ലൈഫിലൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ ഈ അടുത്തിടെ ഒരു ഫിലിം വന്നു, അയാളുടെ പേരോ ഫിലിമിന്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല.
പക്ഷെ അയാൾ ഫുള്ളി ഫിസിക്കലി ഓക്കെ അല്ലാത്ത ഒരാളാണ് ഫിലിം ചെയ്തിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? കറക്റ്റ് സംസാരിക്കണമെങ്കിൽ അയാളുടെ കൈയൊക്കെ ഇങ്ങനെ ശിവറി, അങ്ങനെ എന്തോ രോഗമുള്ള ഒരാൾ, ആ രോഗത്തിന്റെ പേര് ഓർമ്മയില്ല. പക്ഷെ അയാൾക്ക് അത്രയും ഒരു ആഗ്രഹം ഉണ്ടായപ്പം അയാൾ അതിലേക്ക് എത്തി. ആ പ്രോസസ്സ്, നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ആ റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ പ്രോസസ്സിൽ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് അടുത്ത സ്റ്റെപ്പ് എടുത്തിട്ട് റിസൾട്ട് കിട്ടുന്നത് വരെ മുന്നോട്ട് പോകുന്നില്ല. എസ്പെഷ്യലി ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ, ബിസിനസ് തന്നെ വേറെ എന്താണെങ്കിലും എന്ത് ചെയ്യുക, ആ പ്രോസസ്സിൽ വിശ്വസിക്കുക. നിങ്ങൾക്ക് അത് റിസൾട്ട് കിട്ടും, അതിൽ ഡൗട്ട് ഇല്ല. കാരണം എന്താ, നിങ്ങൾ ഉപ്പനോട് ചോദിച്ചപ്പം നിങ്ങൾ ഉപ്പ തരാന്ന് പറഞ്ഞിട്ട് പിന്നെ ഉപ്പനെ ട്രസ്റ്റ് ചെയ്യേണ്ട, പിന്നെ അൺട്രസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ആ സമയത്ത് തരാൻ പറ്റില്ല, കുറച്ച് കഴിയുമ്പോൾ തരും. നിങ്ങൾക്ക് സമയമാവുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് അത് കിട്ടും. അപ്പൊ അതിനെന്ത് ചെയ്യണം? ഡൗട്ട്സ് ഉണ്ടാവരുത്. റസാഖ് സാർ ഞാൻ പൈസ തരുമോ, ഞാൻ തന്നില്ലെങ്കിലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ തീർന്ന സാധനം. യു ഡോണ്ട് നീഡ് ടു നോ ഹൗ ഇറ്റ് വിൽ ഹാപ്പൻ, യു ജസ്റ്റ് നീഡ് ടു ബിലീവ് ഇറ്റ്സ് പോസിബിൾ. എങ്ങനെ സംഭവിക്കും നിങ്ങൾ അറിയരുത്, നിങ്ങൾക്ക് അറിയില്ല. പക്ഷെ നിങ്ങൾ അത് പോസിബിൾ ആണെന്ന് വിശ്വസിക്കുകയും അതിനുള്ള ആക്ഷൻസ്, ആ പ്രോസസ്സ് എടുത്തുകൊണ്ടിരിക്കുക. റീപ്ലേസ് ലിമിറ്റിംഗ് ബിലീവ്സ് എംപവറിംഗ് വൺസ്. ലിമിറ്റിംഗ് ബിലീവ്സുകൾ ഒഴിവാക്കുക. ഓക്കെ. അപ്പം നമ്മളിപ്പോൾ ഒരു ഡൗട്ട് തിങ്ക് വരാൻ, ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ ഗെറ്റ് ദാറ്റ് പ്രൊമോഷൻ. ഇപ്പൊ എനിക്ക് ആ പ്രൊമോഷൻ കിട്ടുന്ന വിശ്വസിക്കുന്നത്, നിങ്ങൾക്ക് എന്ത് ചെയ്യൂല, ഒരിക്കലും കിട്ടൂല. അത് എന്നെക്കാളും കപ്പാസിറ്റി ഇല്ല, അവിടെ എനിക്കല്ല, മാനേജർ അടുത്ത ആൾക്കാണ് കിട്ടും. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ തീർന്നു. നമ്മളെപ്പോഴും ഐ ആം ഫുള്ളി ക്യാപ്പബിൾ ആൻഡ് ഡിസർവിങ് ഓഫ് ദാറ്റ്, അല്ലെങ്കിൽ ദീസ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിന് ഫുള്ളി ഞാൻ ക്യാപ്പബിൾ ആണ്, ഞാനതിൽ ഡിസർവിങ് ആണ് എന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കണം. ഓപ്പർച്യൂണിറ്റീസ് കം ടു മീ എഫേർട്ട്ലെസ്ലി. നമ്മളപ്പോൾ ഇങ്ങനെ അഫർമേഷൻ കേട്ടില്ലേ അല്ലേ? ഓപ്പർച്യൂണിറ്റി കംസ് ടു മീ എഫേർട്ട്ലെസ്ലി. ഞാനൊരു എഫേർട്സും എടുക്കാതെ എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് വരും. അപ്പൊ അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഈ ബിലീഫ് സിസ്റ്റം കൂട്ടാൻ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് സാധനം അഫർമേഷൻ പ്രാക്ടീസ് ആണ്. അഫർമേഷൻ പ്രാക്ടീസ് ആണ്. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ് ഈ ബിലീഫ് സിസ്റ്റം വരിക. ബിലീഫ് സിസ്റ്റം എവിടെ വരുന്നത്? കോൺഷ്യസ് മൈൻഡിലല്ല, സബ് കോൺഷ്യസ് മൈൻഡിലാണ്. ഓക്കെ. കോൺഷ്യസ് മൈൻഡ് എപ്പോഴും ഡൗട്ട്സ് അടിക്കും. നിങ്ങൾക്ക് സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് ഫസ്റ്റ് കോൺഷ്യസ് മൈൻഡ് ഇങ്ങനെ പറയും, ശ്രദ്ധിക്കണം കേട്ടോ. കാർ ഓടിക്കുന്ന സമയത്ത്, ബൈക്ക് ഓടിക്കുന്ന സമയത്ത്, നിങ്ങൾ പുതിയൊരു പിന്നെ ഡാൻസ് പഠിച്ച സമയത്ത്, പുതിയൊരു ഫുഡ് ഉണ്ടാക്കിയ സമയത്ത്, ഫസ്റ്റ് ക്ലാസ് എടുത്ത സമയത്ത്, ഫസ്റ്റ് കമന്റ് പറയാൻ സമയത്തൊക്കെ നിങ്ങൾ കോൺഷ്യസ് മൈൻഡ് എന്താ പറയാ, ഏയ് കമന്റ് ഒന്ന് പറയാൻ പോണ്ട കേട്ടോ, ഇതിന്റെ ഫീഡ്ബാക്ക് ഒന്ന് പറയാൻ പോണ്ടേ, നമുക്ക് എന്ത് ചെയ്യും ഡൗട്ട്സ്. പക്ഷെ ആ കോൺഷ്യസ് മൈൻഡ് അത് ചെയ്ത് സബ് കോൺഷ്യസ് മൈൻഡ് വിശ്വസിക്കുമ്പോൾ പിന്നെ നിങ്ങൾ അത് ഈസി ആയിട്ട് എടുക്കും. സബ് കോൺഷ്യസ് മൈൻഡിനെ വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? അഫർമേഷൻ കൊടുക്കുക. ക്ലിയർ ആണോ? ഇനി മൂന്നാമത്തെ എന്താണ്? റിസീവ്. റിസീവ് എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പല ആളുകൾക്കും ലോ ഓഫ് അട്രാക്ഷനിൽ ഫെയിൽഡ് ആവുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ അവർക്ക് ആസ്ക് ഉണ്ടാവും, ചോദിക്കും, അവരെല്ലാവരും ചോദിക്കും, ലോകത്ത് എല്ലാവരും ചോദിക്കും. ബിലീഫ് ഒരു പകുതി ആളുകൾക്ക് ഉണ്ടാവും, റിസീവ് ഒരു 25 ആളുകൾക്ക് ഉണ്ടാവുള്ളൂ. അവരാണ് ഈ സക്സസ് ആവുന്ന ആളുകൾ. റിസീവ് എന്ന് പറയുന്നത് വെച്ചാൽ ആക്ട് ആസ് ഇഫ് യു ഓൾറെഡി ഹാവ് ഇറ്റ് എന്ന് പറഞ്ഞാലും ഓൾറെഡി നിങ്ങൾക്കത് ഉണ്ടെന്ന് നിങ്ങൾക്ക് ആക്ട് ചെയ്യാൻ പറ്റണം. ആൻഡ് ഫീൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നത് പറ്റിക്കല്ലേ, ഞാൻ എന്നോട് നുണ പറയല്ലേ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയണം, എനിക്ക് വീടായിട്ടില്ല, അപ്പൊ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയാണ്, ഞാൻ ആഗ്രഹിച്ച വീട് എനിക്ക് ലഭിച്ചതിൽ നന്ദി. അത് ശരിക്കും നമ്മളെ പറ്റിക്കല്ലേ? യെസ് ഓർ നോ? പറ്റിക്കാണോ? 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 അപ്പൊ ഞാൻ ബഷീർ ഖാന്റെ കീഴിൽ വർക്ക് ചെയ്യാം. അപ്പൊ ഞാൻ ബഷീർക്ക് എനിക്ക് സാറിലൊന്നും തന്നിട്ടില്ല. അപ്പൊ ഞാൻ ബഷീർക്ക് എനിക്ക് 30-ാം തീയതി സാറിൽ നിന്നപ്പോ ഞാൻ ബഷീർ ഖാൻ പറഞ്ഞു, ബഷീർക്ക് താങ്ക് യു, എനിക്ക് സാറിൽ തന്നതിന് താങ്ക് യു എന്ന് പറഞ്ഞു. ബഷീർക്ക് ഹാപ്പി ആവോ? ഹാപ്പി ആവല്ലേ? എന്നേക്കുന്ന താങ്ക് യു എടുക്കുമ്പോ ബഷീർക്ക് ഹാപ്പി ആവുമല്ലേ? ബഷീർക്കല്ലേ? ഹലോ, കൊടുക്കാതെ ഹാപ്പി ആവില്ലല്ലോ. കൊടുത്താല് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ എനിക്ക് സാലറി തന്നു, ഹാപ്പി ആയോ? ഞാൻ സാലറി തന്നപ്പോ പറഞ്ഞു താങ്ക് യു എന്ന് പറഞ്ഞു, അപ്പൊ നിങ്ങൾ ഹാപ്പി ആവൂലേ? തീർച്ചയായിട്ടും. എനിക്ക് സാലറി കിട്ടിയാണ് ഞാൻ താങ്ക് യു പറഞ്ഞപ്പോൾ ബഷീർക്ക് ഹാപ്പി ആയി. ഓക്കെ. ഞാൻ ബഷീർക്കാരോട് 1-ാം തീയതി മുതൽ തന്നെ പറയാണ്, ബഷീർക്ക് എനിക്ക് 30-ാം തീയതി നിങ്ങൾ സാലറി തരുമല്ലോ, അപ്പൊ അതിന് മുതൽ ഞാൻ ഇന്ന് മുതൽ കൂടെ താങ്ക് യു. ബഷീർക്കാരെ കാണുമ്പോഴൊക്കെ പറയും താങ്ക് യു. അപ്പൊ ബഷീർക്ക് ചോദിക്കാനോട് എന്തിനാണ് ഈ എന്നോട് താങ്ക് യു പറയണേ? നിങ്ങൾ അടുത്ത മാസം എനിക്ക് സാലറി തരുമല്ലോ, അപ്പൊ തരാൻ പോകുന്ന സാലറി ഉണ്ടല്ലോ, അതിൽ പ്രൊസീജിട്ട് അപ്പൊ ഞാനത് ഇപ്പൊ തന്നെ എനിക്ക് സാലറി കിട്ടിയ മാതിരിയാണ് കാണുന്നത്. ഇപ്പൊ തന്നെ ഞാൻ ആ സാലറി കിട്ടിയ പോലെ കാണുന്നത്. 30-ാം തീയതി തരുന്ന എനിക്ക് ഡൗട്ടും ഇല്ല. പക്ഷെ അതിന് ഞാൻ ഇങ്ങോട്ട് എന്നും ഒരു താങ്ക് യു പറയാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ കാണുമ്പോൾ ഒരു ദിവസം കാണുമ്പോൾ ബഷീർക്കാരാണ്, ബഷീർഖാൻ അറിയും, ബഷീർക്ക് താങ്ക് യു ഇട്ടു. അപ്പൊ ബഷീർക്കാർക്ക് അറിയാം എന്തിനാ താങ്ക് യു പറയണത്, ഞാൻ 30-ാം തീയതി കൊടുക്കാൻ പോകുന്ന സാലറിക്കാണ്ടായി, അപ്പൊ കൊടുത്ത പോലെ ഫീൽ ചെയ്യാണ്. എന്നതുപോലെ നമ്മൾ യൂണിവേഴ്സ് പറയാണ്, നിങ്ങൾ എത്രമാത്രം എന്നോട് നന്ദിയുള്ളവരായിരിക്കും അത്രമാത്രം അതിന്റെ 10 മടങ്ങ് ഞാൻ തിരിച്ചു കിട്ടിയ നന്ദിയുള്ളവരായിരിക്കും. നമുക്ക് കിട്ടിയ കാര്യങ്ങൾക്ക് അതാണ്.
അപ്പൊ കിട്ടാനുള്ള കാര്യങ്ങൾക്ക് തന്നെ നമ്മൾ നേരത്തെ നന്ദി പറയുകയാണെങ്കിലോ, അതാണ് നമ്മളെപ്പോ ഈ ആക്ടാസീഫ് നമ്മൾ പറ്റിക്കല്ല. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അത്രയും ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള, അത്രയും ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുന്ന സംഭവമാണ്. അലൈൻ യുവർ ഇമോഷൻ വിത്ത് യുവർ ഡിസയർ. നിങ്ങൾ ആഗ്രഹമായിട്ട് ആ ഇമോഷൻസിന് ഇങ്ങനെ കൊണ്ടുവരും. ഇത് ഞാൻ എത്ര തിയറിറ്റിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അതാണ് ഈ ലോ ഓഫ് അട്രാക്ഷന്റെ ഒരു പ്രത്യേകത. ഇപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞ ക്ലാസ്സിൽ നിന്ന് പല ആളുകൾക്കും പലതായിരിക്കും മനസ്സിലായിട്ടുണ്ടാകും. നിങ്ങൾ ഇതിനെന്ത് ചെയ്യുക, അത്രയും നല്ല രീതിയിൽ പഠിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ നമ്മളെപ്പോഴും ആക്ടാസീഫ്, നിങ്ങൾക്ക് ആ വാഹനം, ആ വണ്ടി, കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മളെ മൈൻഡിനെ നമുക്ക് വിശ്വസിപ്പിക്കാൻ പറ്റണം. അവിടെ നമുക്ക് ആ ഒരു മോഡ്, ഇമോഷൻസ് കറക്റ്റ് ആണ്. ഫോർ എക്സാമ്പിൾ പറയാണ്, ഐ ഓൾവേസ് ഹാവ് മോർ ദാൻ ഇനഫ് മണി ടു സൂട്ട് മൈ നീഡ്സ്. എൻ്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുന്നതിനുള്ള പണം എല്ലായ്പ്പോഴും എന്നുണ്ടെന്ന് ഞാൻ പറയുമ്പോൾ അതെനിക്കൊരു കളവ് പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ എനിക്കതിനെ ട്രൂലി നമുക്ക് അതിന്റെ ഫീലിംഗ് കിട്ടുന്നില്ലെങ്കിൽ അതെനിക്ക് നെഗറ്റീവായിട്ട് വർക്കൗട്ട് ആവും. എനിക്ക് ഒരിക്കലും ഒന്നും ചെയ്യില്ല, അത് പോസിറ്റീവായിട്ട് വർക്ക് ചെയ്യില്ല. എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടാവില്ല. നമ്മൾ അഫർമേഷൻ കൊടുക്കുന്നത് നമുക്ക് നെഗറ്റീവായിട്ടാണ് വർക്കൗട്ട് ചെയ്യുക. എവിടെ അല്ലെങ്കിൽ ആ ഇമോഷൻസ് നമുക്ക് കറക്റ്റ് ആയിട്ട്. അപ്പൊ അങ്ങനത്തെ കേസിൽ നമ്മൾ എന്താ ചെയ്യുക, അങ്ങനത്തെ കേസിൽ എന്താ ചെയ്യേണ്ടത്? സിമ്പിളി നിങ്ങൾ പറയാം, നിങ്ങൾ അങ്ങനെയൊന്നും പറയണമെന്നില്ല, വെൽത്ത് എന്ന് മാത്രം പറയാം. നിങ്ങൾക്ക് പൈസ വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫീല് കിട്ടുന്നില്ലെങ്കിൽ വെൽത്ത് എന്ന് പറഞ്ഞാൽ മാത്രം പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക? നിങ്ങളിപ്പോ ഇങ്ങനെ പറയണം, കുറച്ച് നേരം കണ്ണടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു നോക്കിയേ, വെൽത്ത് ആൻഡ് സക്സസ്, അല്ലെങ്കിൽ സമ്പത്ത് സക്സസ്, സമ്പത്ത് വിജയം, സമ്പത്ത് വിജയം, സമ്പത്ത് വിജയം. ഇത് മാത്രം അഫേം ചെയ്യുക, വേറെ ഒന്നും അഫേം ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വരുന്നുണ്ടോ? അവിടെ എന്തെങ്കിലും ഡൗട്ട്സ് വരുന്നുണ്ടോ? സമ്പത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വരുന്നുണ്ടോ? നെഗറ്റിവിറ്റിയിലേക്ക് പോകുന്നുണ്ടോ, പോസിറ്റീവിലേക്ക് പോകുന്നുണ്ടോ? ആരെങ്കിലും ഒരാൾ എന്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുന്ന പണം എല്ലായ്പ്പോഴും എന്നിലുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് പോസിറ്റിവിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ, അതാണ് പറയണ്ടേ. ഇനി അതിന് പോസിറ്റിവിറ്റി കിട്ടുന്നില്ല, ഇതിപ്പോ എപ്പോഴാണ് ഇതിലൊരു തോട്ട്, ഒരു നെഗറ്റീവ് തോട്ട്സ്, ലിമിറ്റീവ് ബിലീഫ് ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയും, എന്താണ് സമ്പത്ത് സക്സസ്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിന് നേരെ പോസിറ്റീവ് വരാൻ ചാൻസ് ഉള്ളൂ. നിങ്ങളൊന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്ത് നിങ്ങൾക്ക് പോസിറ്റീവ് ഇത് പറയുമ്പോൾ നെഗറ്റീവ് വന്നിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ എന്നു കമന്റ് ചെയ്യുക, അല്ലാത്തൊരു പി എന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, ഷീജ, ഷൈനൊക്കെ അല്ലേ. ഇങ്ങനെ നമുക്ക് കുറെ, ഞാൻ എപ്പോഴും സന്തോഷവതിയാണ്. നിങ്ങൾക്ക് സന്തോഷം ഫീൽ ചെയ്യുന്ന നിങ്ങൾ എന്താ ചെയ്യുക, വെറുതെ പറയാം ഹാപ്പി 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 ഹാപ്പി. ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയാം. അപ്പൊ നമുക്ക് അതിന്റെ പോസിറ്റീവ് സൈഡ് മാത്രമായിരിക്കും കിട്ടുക. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ അവിടെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ആ ഇമോഷൻസിനെ കറക്റ്റ് ചെയ്യാം. ആ എക്സൈറ്റ്മെന്റിനെയും ആ ജോയിനെയും ആ ഗ്രാറ്റിറ്റ്യൂഡിനെയൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്തായിരിക്കും, നിങ്ങൾ എക്സാം പാസ്സായി കഴിഞ്ഞാൽ അത്ര ഹാപ്പി ആയിരിക്കും, നിങ്ങൾക്ക് ആ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അത്ര ഹാപ്പി ആയിരിക്കും, നിങ്ങൾക്ക് ആ പ്രൊമോഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത്ര ഹാപ്പി ആയിരിക്കും, നിങ്ങൾ ആ വീട്ടിൽ റിയലി ആണെങ്കിൽ എത്ര ഹാപ്പി ആയിരിക്കുമോ അതിലേക്ക് നിങ്ങൾ വരിക. ടേക്ക് ഇൻസ്പയർഡ് ആക്ഷൻ ടുവേർഡ്സ് യുവർ ഗോൾ. അതിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അതിലേക്കുള്ള ആക്ഷൻസ് എടുക്കുക, കൊട എടുത്ത് പോവുക. അതാണ് അവിടുത്തെ ആക്ഷൻ. പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ എന്ത് ചെയ്യുക, ആ കൊട എടുത്ത് പോവുക. ഈ 3 കാര്യങ്ങൾ നമ്മൾ ഉണ്ടാകുമ്പോൾ എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ഡ്രസ്സിങ് ആൻഡ് ആക്ടിങ് ലൈക്ക് യു ഓൾറെഡി ഹാവ് ഇറ്റ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡ്രീം ജോബാണ് വേണ്ടത്. ഇപ്പം എന്നെ അറിയുന്ന ഒരാൾ ദുബായി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു, എന്നോട് ചോദിച്ചു സൈഫ് എങ്ങനെയാണ് എനിക്ക് ജോലി ഇട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നീ എന്താ ചെയ്യുന്നത്? ഞാൻ എൻ്റെ ഓഫീസിൽ നിന്നിട്ട് റെസ്യൂമുകൾ അയക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഡോണ്ട് ഡു ദാറ്റ്. നിനക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചോദിച്ചു. ജോലി കിട്ടിക്കഴിഞ്ഞാൽ രാവിലെ കുളിച്ച് ഫ്രഷ് ആയിട്ട് നല്ല ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് ജോലിക്ക് പോകും. ഡു ദാറ്റ്. രാവിലെ എണീക്ക്, ഫ്രഷ് ആവും, എന്നിട്ട് ഞാൻ എവിടേക്കാ പോയി, നീ എവിടേക്കെങ്കിലും പോയിക്കോ. ഓക്കെ, നിനക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും നീ എവിടേക്കെങ്കിലും പോയിക്കോ, പക്ഷേ ഗെറ്റ് ഔട്ട് ഫ്രം യുവർ റൂം അറ്റ് 8 o'clock. അവൻ പിറ്റേ ദിവസം അത് പ്രാക്ടീസ് ചെയ്തു. എന്നെ വിശ്വാസമുള്ള ഒരാളായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസം അവൻ അങ്ങനെ പോയി, ഏതോ ഒരു സൂപ്പർ മാർക്കറ്റിന്റെ എവിടെ നിന്ന് ഒരാളെ പരിചയപ്പെട്ടു, അയാളോട് കാര്യങ്ങൾ സംസാരിച്ച് ജോലി കിട്ടി. നിങ്ങൾക്കത് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക, അതേപോലെ ഇപ്പോഴേ ജീവിച്ചു തുടങ്ങണം എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ ഒരു പോലീസ് ഓഫീസർ ആവാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ആ പോലീസ്, ഒരു സിനിമ നടൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ അങ്ങനെ നിങ്ങൾ എന്താണോ ആ ഡ്രീം ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ കുറെ പൈസയാണ് ആവശ്യമുള്ളതെങ്കിൽ എന്താണ്, ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദ മണി യു ഓൾറെഡി ഹാവ് ഇൻസ്റ്റെഡ് ഓഫ് ഫോക്കസിങ് ലാക്ക്. നിങ്ങൾക്ക് ആ ഇല്ലായ്മയിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദ മണി യു ഓൾറെഡി. എനിക്കത് ഉണ്ടെങ്കിൽ അപ്പൊ നമ്മൾ അതിനങ്ങനെ കുറെ പ്രശ്നങ്ങൾ എപ്പോഴും ലൈഫിൽ പറയില്ല. ഓക്കെ, കുറെ ഇത് പറയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് നോക്കിയേ. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ണടക്കുക, എന്നിട്ട് നിങ്ങളുടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണടക്കുക. കണ്ണടച്ചിട്ട് നിങ്ങളുടെ ഒരു സ്വപ്നം, ഇപ്പൊ നിങ്ങളിപ്പോ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ടോ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാറ്, ചിലപ്പോൾ നിങ്ങൾ കാറുള്ള ആളുകളായിരിക്കും, കാറില്ലാത്ത ആളുകളായിരിക്കും. നിങ്ങൾക്കൊരു കാറിന്റെ ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു കാർ എന്ന് പറഞ്ഞാൽ ബെൻസിന്റെ GLC എന്ന് പറയുന്ന ഒരു കാറാണ് എനിക്ക് നെക്സ്റ്റ് ഒരു ആഗ്രഹം ഉള്ളത്. ഓക്കെ, ആ നെക്സ്റ്റ് ആഗ്രഹം എന്ന് പറയുന്നത്
ചുമ്മാ ഒരു കാറ് ഞാൻ ആഗ്രഹിക്കില്ല. ആ കാർ എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ വേറെ കുറേ കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട്. ഒരു 8ഓളം കണ്ടീഷൻസ് ഉണ്ട്. ആ 8 കണ്ടീഷൻസും കംപ്ലീറ്റ് ആകുമ്പോൾ ഞാൻ എനിക്ക് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ് ആ കാർ എന്ന് പറയുന്നത്. എൻ്റെ കേസിൽ എൻ്റെ 8 മൈൽ സ്റ്റോൺ പിന്നിടുമ്പോൾ ഞാൻ എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഇത്രയായിരിക്കണം, എൻ്റെ കരിയർ സ്റ്റാറ്റസ് ഇത്രയായിരിക്കണം. അങ്ങനെ ഞാൻ കുറെ കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട്. ഈ കണ്ടീഷൻസ് എപ്പോഴാണ് ആ കണ്ടീഷൻസിന് ടൈം വെച്ചിട്ടുണ്ട്. അപ്പൊ എനിവേ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാറ് ഇപ്പൊ നിങ്ങളുടെ കൈ ഒന്ന് നോക്കുക. നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ ആ കാറിന്റെ കീ ഉണ്ട്. അതൊന്ന് ഇങ്ങനെ പിടിച്ചേ. ആ കാറിന്റെ കീ ഇങ്ങനെ പിടിക്കുമ്പോൾ ആ കാറിന്റെ കീ പിടിക്കുമ്പോഴുള്ളൊരു ഫീലിലേക്ക് വന്നേ. അത് നിങ്ങളുടെ കയ്യിന്റെ ഉള്ളിൽ ഇപ്പൊ ആ കാറിന്റെ കീ ഉണ്ട്. ശരിക്കും ആ കാറിന്റെ കീ ഉണ്ട്. നിങ്ങളിങ്ങനെ ആ കാറിന്റെ കീന്റെ ലോക്ക് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തപ്പോൾ നിങ്ങളുടെ വാഹനത്തിന് ഒരു സൗണ്ട് കേട്ടു. ഒരു ക്ലിക്ക് എന്ന് പറയുന്ന ഒരു സൗണ്ട്. ആ ഒരു വാഹനത്തിന്റെ സൗണ്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഡോർ ഓപ്പൺ. ഒരു ലൈറ്റ്, ആ കാറിന്റെ ചുറ്റും ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തു. ഓക്കെ. ഇപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാർ, ഞാനിപ്പോ എന്റെ ബെൻസിന്റെ GLC എന്ന് പറയുന്ന കാർ ഇങ്ങനെ കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാർ ഉണ്ടാവും. നിങ്ങൾ പതുക്കെ ഇങ്ങനെ ആ കാറിന്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ കാറിന്റെ അടുത്തേക്ക് എത്തുന്നവർ നിങ്ങളുടെ സന്തോഷം ഇങ്ങനെ കൂടി വരുന്നുണ്ട്. നിങ്ങളുടെ കൈ ആ ഹാൻഡിൽ ഒന്ന് പിടിച്ച് കാറിന്റെ ഡോറിൽ ക്ലിക്ക്, ആ സൗണ്ട് കേട്ട് കാർ ഒന്ന് ഇങ്ങനെ തുറന്നേ. വാവ്, നിങ്ങൾക്ക് ആ ഫീലിംഗ് ഇങ്ങനെ കിട്ടുന്നുണ്ടാവും. നിങ്ങൾ ആ കാറിന്റെ സീറ്റിലേക്ക് ഇങ്ങനെ ഇരുന്നപ്പം ആ സീറ്റിന്റെ കുഷ്യൻ ഇങ്ങനെ ഫീൽ ചെയ്തേ. ഓ, എത്ര സോഫ്റ്റ് ആയുള്ള കുഷ്യൻ. നിങ്ങളുടെ കാറിന്റെ ഉള്ളിൽ ഒരു സ്മെല്ലില്ല. ആ സ്മെല്ല് ഇങ്ങനെ ഫീൽ ചെയ്തേ, കാറിന്റെ സ്മെല്ല്. വാവ്. നിങ്ങൾ അതിന്റെ 4 ഗ്ലാസ് ഒന്ന് താഴ്ത്തി. അപ്പൊ അതിലേക്കൂടെ ഒരു കാറ്റ് ഇങ്ങനെ, അതിന്റെ വായു ഒക്കെ ഒന്ന് ഫ്രഷ് ആയി ആ കാറ്റ് ഇങ്ങനെ വന്നിട്ട് സ്റ്റെയറിംഗിൽ ഇങ്ങനെ കൈ വെച്ച് സ്റ്റെയറിംഗ് ഇങ്ങനെ ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. ഓക്കെ. നിങ്ങളെ സ്റ്റാർട്ടിങ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേ. വാവ്, ആ സ്റ്റാർട്ട് ആയിരിക്കുന്ന സൗണ്ട്, എഞ്ചിന്റെ സൗണ്ട് ഒക്കെ നിങ്ങൾ ഇങ്ങനെ കേട്ട് ആ സൗണ്ട് ഒക്കെ നിങ്ങൾ ആസ്വദിച്ച്. എത്രമാത്രം സൗണ്ട്, സുന്ദരമായ സൗണ്ട്. ആ വിൻഡോകളൊക്കെ വീണ്ടും പൊക്കി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടിട്ട് കാറിൽ, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട്. ഇനി നിങ്ങൾ ആ സീറ്റ് ബെൽറ്റ് ഇങ്ങനെ ഇട്ടിട്ട് അതൊന്ന് നിങ്ങളുടെ ഫസ്റ്റ് ഗിയറിലേക്കോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആണെങ്കിൽ പാർക്കിംഗ് എന്നൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ ആ ഗിയറിലേക്ക് ഇട്ടിട്ട് പതുക്കേണ്ടതില്ല ആക്സിലേറ്റർ കൊടുത്ത് ആ പാട്ടും കേട്ടിട്ട് ഇങ്ങനെ ഇഷ്ടപ്പെട്ട പാട്ടും കേട്ട് ഇങ്ങനെ പതുക്കെ വണ്ടി ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് സി ഓപ്പൺ യുവർ ഐസ്. നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും? എത്ര ആൾക്ക് ഫീൽ ചെയ്യാൻ പറ്റി? ഓക്കെ. എത്ര ആൾക്ക് ഫീൽ ചെയ്യാൻ പറ്റി? ഫീൽ ചെയ്യാൻ പറ്റിയ ആളുകൾ F എന്ന് കമന്റ് ചെയ്യും. F എന്ന് കമന്റ് ചെയ്യുന്നു. ഓക്കെ. നൗഫൽ സാറ്, ബഷീർ സാറ്, അല്ലേ? ഇതാണ് ഒരു റിസീവ് മോഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ശരിക്കുള്ളത് പോലെ അത് അപ്പം മാത്രം പോരാ. നിങ്ങൾ ചിലപ്പോൾ ഒരു മാരുതി 800 പോകുന്നത്. അപ്പൊക്കെ നിങ്ങൾക്ക് തോന്നണം ഞാൻ ബെൻസ് ഓടിച്ചാൽ പോകുന്നത്. ആ ഒരു ബെൻസ് ഓടിക്കുന്ന ആളുടെ രീതിയിൽ ആ ബെൻസിനെ കെയർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ആ വണ്ടിയിൽ നിങ്ങൾക്ക് കെയർ ചെയ്യാൻ സാധിക്കണം. നിങ്ങൾ ചിലപ്പോൾ ഒരു വാടക വീട്ടിലായിരിക്കും താമസിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് തോന്നണം എന്താണ്, ഞാൻ താമസിക്കുന്നത് വലിയൊരു കൊട്ടാരത്തിൽ അല്ലെങ്കിൽ അവിടെ നിങ്ങൾ എങ്ങനെ പെരുമാറും അതേപോലെ അവിടെ പെരുമാറും. സോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ അഫർമേഷൻ കൊടുത്താൽ പോലെ സാർ ചോദിച്ചിട്ടുണ്ട്. സമ്പത്ത്, ആരോഗ്യ, ലക്ഷ്യം ഓരോ ദിനവും അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അഭിവൃദ്ധിപ്പെടാൻ നമ്മുടെ അടുത്ത് ഉള്ളത് എന്തെയാണ്? കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൊടുത്താൽ മതി. പക്ഷെ അവിടെയൊക്കെ നമുക്ക് ആ ഫീലിംഗ് കറക്റ്റ് ആണ്. അയാൾക്ക് ഇങ്ങനെ എൻ്റെ ആരോഗ്യം കൂടുതൽ എൻ്റെ ഉള്ളിൽ പെയിൻ ഉണ്ടല്ലോ എന്നുള്ളൊരു ചെയ്തല്ലോ. അപ്പോൾ അതിനെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യാൻ സാധിച്ചാൽ മതി. സോ ഞാൻ വൈൻഡപ്പ് ചെയ്തു. ഹാൻഡ് ഓവർ ടു ഗോപിക. കുറച്ച് സമയം അധികമായി പോയില്ല, സോറി. റേഞ്ചിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പോകുന്നു. ഉള്ളിൽ നിന്ന് വരുന്ന സാധനമുണ്ട്. ഈ ലോ ഓഫ് അട്രാക്ഷൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. അപ്പൊ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇത് സ്റ്റാഫ് മാനേജ്മെന്റും എന്റെ ഫേവറേറ്റ് ആയിട്ട്. അപ്പൊ ഞാൻ അറിയില്ല സമയം പോലെ. അപ്പൊ ആരെങ്കിലും റിമൈൻഡ് ചെയ്താൽ സോറി ഫോർ ദാറ്റ്. ഓക്കെ സിസ്റ്റർ, താങ്ക് സോ മച്ച്. അപ്പോൾ എനിവേ നിങ്ങൾക്ക് ഇത് ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫീഡ്ബാക്കോ പറയുന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് ഹാൻഡ് റൈസ് ചെയ്യുക അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഓക്കെ, ദിവ്യ മാം മ്യൂട്ടാണ്. താങ്ക് യു സർ. കുറെ കാര്യങ്ങൾ ഇതിനെ കുറിച്ച് എന്താ പറയാ, ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എങ്കിൽ കൂടിയും അതിൽ തന്നെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് എന്താ പറയാ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിഞ്ഞു. താങ്ക് യു സോ മച്ച്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു ദിവ്യ മാം. എന്താണ് നിങ്ങൾക്ക് ഇന്ന് മനസ്സിലായിട്ട് ഒരു ഇതുവരെ ഞാൻ എടുത്ത ക്ലാസ്സിന് ഡിഫറെന്റ് ആയിട്ട് എന്താണ് നിങ്ങളുടെ ഇന്നത്തെ ഒരു ടേക്ക് അവേ പോയിന്റ്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് സ്റ്റിക്ക് ചെയ്തൊരു പോയിന്റ് എന്ന് പറയാം. ചിലപ്പോൾ അത് ബാക്കിയുള്ള ആൾക്ക് ഉപകാരം. ഇന്നത്തെ സെഷനിൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ലേൺ ചെയ്യാൻ പറ്റുമോ? മ്യൂട്ടാണ് ദിവ്യ മാം. ഓക്കെ, ഇന്നത്തെ ഇതാണ് നമ്മളുടെ വിഷ്വലൈസേഷൻ. അതായത് നമ്മൾ ഫീൽ ചെയ്തുകൊണ്ട് വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ് കുറച്ചും കൂടി കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയത്. നമ്മൾ എഫർമേഷൻസ് പറയുന്നുണ്ട്, ഈവൻ എഫർമേഷൻസ് നമ്മൾ പറയുന്നുണ്ട് എങ്കിലും നമ്മൾ ആ ഫീലിംഗിലാണ്
കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അത് എനിക്ക്. താങ്ക് യു ദിവ്യ മാം. ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ്, അതാണ് ദിവ്യ മാം എന്ന് നോട്ട് ചെയ്തിരിക്കുന്ന പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു ദിവ്യ മാം. ദെൻ നെക്സ്റ്റ് ആരാ സംസാരിക്കുന്നത്? ഓക്കെ, ദീപ മാം. എനിക്കൊരു ഡൗട്ടാണുള്ളത്. കേൾക്കാവോ സാർ? കേൾക്കാവോ സാർ? ഞാൻ അഫർമേഷൻ ഞാൻ ഇപ്പോഴാണ് അഫർമേഷൻസ് എഴുതാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മളിത് എഴുതി കഴിഞ്ഞ് ഈ ബുക്ക് കഴിയുമ്പോൾ നമ്മളിത് എന്താണ് ചെയ്യേണ്ടത്? ഈ ബുക്ക് നമ്മൾ കത്തിച്ച് കളയണോ അതോ സൂക്ഷിച്ചു വെക്കണോ? അങ്ങനെ എന്തെങ്കിലും ആവശ്യമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ആദ്യം നമ്മൾ എന്താണ് ഈ അഫർമേഷൻസ് എന്നുള്ളതിനൊക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് അഫർമേഷൻസ് എന്നുള്ളത്? അഫർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെയും കോൺഷ്യസ് മൈൻഡിന്റെയും ഇൻ ബിറ്റ്വീൻ ഒരു ടോക്കാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ ഐ ക്യാൻ അൺക്യാൻ, അതാണ് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് വെദർ യു തിങ്ക് യു ക്യാൻ ഓർ വെദർ യു തിങ്ക് യു ക്യാൻ ബോത്ത് ആർ റൈറ്റ് എന്ന് പറഞ്ഞത് ഹെൻറി ഫോർഡ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അഫർമേഷൻസ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിന്റെയും കോൺഷ്യസ് മൈൻഡിന്റെയും ഇൻ ബിറ്റ്വീൻ ഉള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് അഫർമേഷൻസ് എന്ന് പറയുന്നത്. അത് നമ്മൾ എഴുതുന്നതോ നമ്മൾ രാവിലെ പറയുന്നതോ മാത്രമല്ല, നമ്മളുടെ ഓരോ ടോക്കുകളും ഒരു അഫർമേഷൻ ആണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാണ്, നിങ്ങൾക്ക് ഫീഡ്ബാക്ക് പറയാനുള്ളവർക്ക് ഫീഡ്ബാക്ക് പറയാം എന്ന് പറയാണ്. അപ്പോൾ ഒരാൾക്ക് ഫീഡ്ബാക്ക് പറയണമെന്ന് അല്ലെങ്കിൽ ഇത് അൺമ്യൂട്ട് ചെയ്ത് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അയാൾ കരുതാണ് എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. ഇറ്റ്സ് ആൻ അഫർമേഷൻസ്. ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ സംസാരിക്കുന്ന കാര്യം നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുക്കുകയും അതിന്റെ ഒരു ആക്ഷൻസിലേക്കാണ് നമ്മൾ വരിക. ഓക്കെ, അപ്പൊ ഈ അഫർമേഷൻസ് നമ്മൾ എന്തുകൊണ്ട് എഴുതുന്നത് എന്തുകൊണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് പറഞ്ഞാൽ പോരെ അല്ലേ? നമുക്കൊരു കാര്യം പറഞ്ഞാൽ പോരെ, എന്തിനാണ് നമ്മൾ എഴുതുന്നത്? നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മുടെ ബോഡിയും കൂടി അതിലേക്ക് മൂവ് ചെയ്യുകയും അതിന്റെ ആ ഒരു ഫീലിങ്സും അല്ലെങ്കിൽ ഡിസയറും ഒന്നും കൂടെ സ്ട്രോങ് ആവും. ഓക്കെ, എക്സാമ്പിൾ ഇപ്പം ഞാനിപ്പോ ഇതില് ഇപ്പോ പിന്നെ റസാഖ് സാറോട് പറയണം, റസാഖ് സാർ എനിക്ക് നിങ്ങളെ വളരെ ഇഷ്ടമാണെന്ന് പറയണം. ഓക്കെ, അതിന്റെ കൂടെ തന്നെ ഞാനിങ്ങനെ എഴുതും കൂടെ ചെയ്യാണ്, എനിക്ക് റസാഖ് സാറിനെ വളരെ ഇഷ്ടമാണ്. അപ്പം ഞാൻ ആ പറയുന്ന ഫീലിങ്ങിന്റെ കൂടെ തന്നെ റസാഖ് സാറിനെ ഇഷ്ടമാണെന്ന് എഴുതും കൂടെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, എനിക്ക് അതിന്റെ ആ ഫീലിങ്സ് കുറച്ചും കൂടെ കൂടുതൽ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ അഫർമേഷൻസ് എഴുതിയിട്ടും കൂടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനൊക്കെ അഫർമേഷൻസ് ഇങ്ങനെ പ്രിന്റ് ചെയ്ത് വെച്ചേക്കാണ് എൻ്റെ റൂമിൽ. അത് നോക്കിയിട്ടായിരിക്കും ചിലപ്പോൾ വായിക്കുക. നമ്മൾ ചിലപ്പോൾ ഞാൻ എഴുതുമ്പോൾ നമ്മൾ എന്താണ് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള അഫർമേഷൻസ് എഴുതാൻ ശ്രമിക്കുക. കസ്റ്റമൈസ്ഡ് അഫർമേഷൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയാണോ ലൈഫിൽ ബാക്ക്വേർഡ് നിൽക്കുന്നത് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഇങ്ങനെ ഫീഡ്ബാക്ക് പറയാൻ പേടിയാണ്, ആഗ്രഹമുണ്ട്, പേടിയാണ്. അപ്പൊ ഞാനിങ്ങനെ അഫർമേഷൻസ് ചെയ്താണ്, എന്താണ് എൻ്റെ ഫീഡ്ബാക്ക് പറയുന്ന അല്ലെങ്കിൽ എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇത് കുറച്ച് സമയം നമ്മൾ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ ഇത് പറയുമ്പോൾ നമുക്ക് ആ ഫീഡ്ബാക്ക് പറയാനുള്ള ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്യും. അപ്പൊ ആ കസ്റ്റമൈസ്ഡ് അഫർമേഷൻസ് നിങ്ങൾ കൂടുതൽ എഴുതാൻ പ്രാധാന്യം കൊടുക്കുക. ആ ബുക്ക് നിങ്ങൾ കീപ്പ് ചെയ്യുക, കത്തിച്ച് കളയേണ്ടെന്ന് ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് അത് എപ്പോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ പോസിറ്റിവിറ്റി ഇട്ടു. കത്തിച്ച് കളയേണ്ട എപ്പോഴും നമുക്ക് നെഗറ്റീവ് ആയിട്ട് വരുന്ന സംഭവങ്ങൾ. നിങ്ങൾക്ക് ഇപ്പോൾ ലൈഫിൽ എന്തൊക്കെയോ ഒരു നിങ്ങളെ പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കുറെ കാര്യം ഉണ്ടായി. അപ്പൊ ആ ഫീലിങ്സിനെല്ലാം കൂടെ നമ്മൾ പേപ്പറിലേക്ക് എഴുതിയിട്ട് അത് കത്തിച്ച് കളയുകയാണെങ്കിൽ അത് ബേൺ ചെയ്ത് പോകുന്നത് കാണുമ്പോൾ നമുക്കത് നമ്മുടെ ലൈഫിൽ നിന്ന് പോകും. ഈ മണിച്ചിത്രതായി സിനിമ ഉണ്ടല്ലേ? ഓക്കെ, അപ്പൊ അതിൽ അവസാനം ഇതിങ്ങനെ മറച്ചിട്ടിട്ട് ശോഭനെ കൊണ്ട് ഇങ്ങനെ വെട്ടിക്കൊല്ലിക്കുന്നില്ലേ? അത് കഴിയുമ്പോൾ ശോഭനന്റെ മൈൻഡിൽ നിന്ന് അത് പോവാണ്. എന്താണ് ആ ഫീലിംഗ്, ആ ബാഡ് ഫീലിങ്ങിനെ കളയാണ്. അതിന് മുമ്പത്തെ അയാൾ സബ് കോൺഷ്യസ് മൈൻഡ് പ്രോഗ്രാം ചെയ്ത് വെച്ചാൽ ആ സബ് കോൺഷ്യസ് മൈൻഡ് പ്രോഗ്രാം ചെയ്ത് വെച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് റിമൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ കത്തിച്ച് കളയാം. ഇത് നമുക്ക് വീണ്ടും എടുക്കുകയാണ്. കത്തിച്ചാൽ നിങ്ങൾ എപ്പോൾ വായിച്ചാലും പോസിറ്റിവിറ്റി ആണ് കിട്ടുക. താങ്ക് യു ദീപ. ഹലോ, കേൾക്കുന്നുണ്ടോ? ഒരു മിനിറ്റ് കൂടെ എടുത്തോട്ടെ, സമയം കഴിഞ്ഞു. എന്നാലും പറഞ്ഞോണ്ട് സിദ്ധാർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വാക്കുകളൊക്കെ അഫർമേഷൻ എന്ന് പറയുന്നുണ്ട്. അതിലുള്ള അഫർമേഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മള് ലേറ്റ് ആയി വന്നാൽ ചിലപ്പോൾ ഓഫീസിൽ പറയും വാഹനം കേടായി, അല്ലെ മോന് സുഖമല്ല, അതൊരു അഫർമേഷനാണ്. അത് നമ്മൾ വെറുതെ അറിയാതെ പറഞ്ഞു പോവാണെങ്കിൽ അതിൽ ഓൾട്രേഷൻ ആയിട്ട് സംഭവിക്കും. അതൊന്ന് ഓർമ്മപ്പെടുത്താണ്. നെഗറ്റീവ് അഫർമേഷൻ ആണ് കൂടുതൽ പോസിറ്റീവ് അഫർമേഷൻ ആണെങ്കിലും, കാരണം നമ്മൾ ഉള്ളിൽ പതിഞ്ഞു പോകും അത് ക്രമേണ പറയുമ്പോൾ ഒന്ന്. പിന്നെ അതേപോലെ സിദ്ധാറോട് ചോദിക്കാനുള്ളത്, നമ്മളിപ്പോ ആമസോണിലൊക്കെ ഓർഡർ കൊടുത്താൽ പിന്നെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാമല്ലോ, വീണ്ടും കൊടുക്കില്ലല്ലോ. അപ്പോൾ അതേപോലെ നമ്മൾ ചില ആളുകൾ ഉണ്ടാവും ഒരു ലക്ഷ്യം, പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിറ്റേ ദിവസം പിന്നെ വേറെ ഒരെണ്ണം അതിങ്ങനെ ചേഞ്ച് ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻസ് വരും. അപ്പം അതും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ? യൂണിവേഴ്സിന് കൺഫ്യൂഷൻസ് വരും. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ള സ്പെസിഫിക് ആയിട്ട് ക്ലിയർ ആയിരിക്കണം. അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഡോണ്ട് കോംപ്രമൈസ് ഇൻ യുവർ ഗോൾ. നിങ്ങളുടെ ഗോളുകൾ നിങ്ങൾ കോംപ്രമൈസ് ചെയ്ത് അതിൽ കുറേ പ്രശ്നങ്ങൾ വരും. ഞാൻ എൻ്റെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്ത കാര്യം ഇപ്പൊ എനിക്കറിയാം.
സ്കിയോളോ എന്ന് പറയുന്ന എൻ്റെ സ്ഥാപനം 5 വർഷമായിട്ട് ഞാൻ ഉദ്ദേശിച്ച റിസൾട്ടിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. ബി ഓപ്പൺ. റിസൾട്ട് ഇല്ല എന്നല്ല, ഒരുപാട് ഗ്രോത്തിലേക്ക് അത് എത്തിയിട്ടുണ്ട്. അത് പല പല സ്റ്റേജിലൂടെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടാണ്. പക്ഷെ ഈ 2025 എന്ന് പറഞ്ഞാൽ അതിന്റെ പീക്ക് ഇയർ ആയിരിക്കും. ഞാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും അൾട്ടിമേറ്റ് ഗോളിലേക്ക് എത്തുന്ന 2025 അപ്പൊ ആളുകൾ പറയും, ഓ എൻ്റെ ഒരു ഭാഗ്യം, അല്ലെങ്കിൽ അല്ല, അത് എൻ്റെ 4 or 5 വർഷത്തെ ഒരു എഫേർട്ടിന്റെ റിസൾട്ട് എനിക്ക് 2025 ലഭിക്കുക എന്നുള്ളതാണ്. 4 or 5 വർഷത്തിൽ ഞാൻ എടുക്കുന്ന എഫേർട്ടിന്റെ റിസൾട്ട് 2025 ലഭിക്കുക എന്നുള്ളത്. അല്ലാതെ എന്തല്ല 2025 റിസൾട്ട് ലഭിക്കില്ല. അത് ഈ പ്രോസസ്സിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടാണ്. ഞാൻ ഇതൊക്കെ പോകുമ്പോൾ ട്രസ്റ്റ് ദ പ്രോസസ്, ആ പ്രോസസ്സിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ എന്താ കൂടുതൽ ആക്ഷൻ എടുക്കുക, കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുക. വേറെ ഒന്നും പറയാനില്ല, ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. അതേ അതിനൊരു സൊല്യൂഷൻ തോന്നും. അതെ, ഈ വിഷ്വലൈസ് ചെയ്ത് ആക്ഷൻ എടുക്കാൻ ഒരു കാര്യം ഉണ്ടാവില്ല എന്നുള്ളത്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന വാക്കിൽ നിങ്ങൾ നോക്കുക, ലോ ഓഫ് അട്രാക്ഷൻ. ആ അട്രാക്ഷൻ നിങ്ങൾ കറക്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയേ, ആക്ഷൻസ് എന്ന് കാണാൻ പറ്റില്ല. അട്രാക്ഷൻസ് അവസാനത്തെ അതെന്താണ്? അട്രാക്ഷന്റെ അവസാനത്തെ ACTION, ആക്ഷൻ എന്നുള്ളതാണ് അതിന്റെ ഫൈനൽ. അതാണ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആക്ഷൻ ഓറിയന്റഡ് ആവണം. അല്ലാതെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് ഇങ്ങനെ നിന്നിട്ടൊന്നും നാളെ രാവിലെ ഇങ്ങനെ വന്നിട്ട് ഡോർബെല്ലിൽ അടിക്കുന്നു, ആരാണ്? ഞാൻ ദൈവമാണ്. നിങ്ങൾ കുറെ ദിവസമായിട്ട് വിഷ്വലൈസ് ചെയ്യുന്നത് നിങ്ങൾക്കുള്ള വീട് എന്ന് പറഞ്ഞാൽ കൊണ്ടുവരില്ല. ക്ലിയർ ആണോ? നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഒരു മാജിക് കാലപോലെ സമയം. ഇറ്റ്സ് നോട്ട് എ മാജിക് പിൽസ്. ഞാൻ മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണോ അറിയാം അത് വെച്ച് തുടങ്ങി. വെയിറ്റ് ചെയ്യണ്ട. നിങ്ങൾക്ക് എന്താണോ അറിയുന്നത് അത് വെച്ച് തുടങ്ങി, അപ്പൊ ബാക്കി വരും. അത്രേ ഉള്ളൂ. പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ്. എന്റെ ലൈഫിൽ പ്രശ്നങ്ങൾ വരരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കാറില്ല. എന്റെ ലൈഫിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഓവർകം ചെയ്യുന്നതിനുള്ള കപ്പാസിറ്റി എനിക്ക് നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കണം. അവിടെയാണ് ഒരു മനുഷ്യൻ ഇമ്പ്രൂവ് ആവുക. നമ്മൾ അതിന് ആ റിസീവോട് നമ്മൾ തയ്യാറാവണം. എന്ത് ലൈഫിൽ വരട്ടെ, എനിക്ക് അതിന് ഓവർകം ചെയ്യുന്ന കപ്പാസിറ്റി തന്നാൽ മതി എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തന്നെ എല്ലാം റെഡിയാവും. നമുക്ക് ഷാജിൻ കൂടെ തന്നെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഇടയ്ക്ക്. അപ്പൊ ഷാജിൻ സർ പോയോ? ഞാന് സാറിപ്പൊന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ പോയിന്റ് എന്ന് പറയുന്നത് സാർ പറഞ്ഞത് തന്നെയാണ്. സാറിന്റെ ആ ഇപ്പോഴത്തെ പുതിയ പ്രൊജക്ട് സ്ഥിരം മാറ്റി 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 പോസ്റ്റ് ചെയ്ത് സക്സസിലെത്തും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടല്ലോ. അത് ആണ് ഞാൻ ഇപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സ്ഥിരമായിട്ട് ഫണ്ട് ഇട്ട് നമ്മൾ ഓരോരോ തരത്തില് പരീക്ഷിച്ച് ഇതല്ല യൂണിവേഴ്സിന് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുമ്പോൾ നെക്സ്റ്റ് എടുത്തിട്ട് അത് നമ്മളുടെ കുറവാണത്. പക്ഷെ നമ്മൾ ശരിക്കും അത് പ്രസന്റ് ചെയ്യാത്തത് കൊണ്ടാണെന്നുള്ള തോന്നി അത് മാറ്റിയിട്ട് ഇപ്പൊ ഒരുവിധം അത് സാറ് ഇന്ന് പറഞ്ഞൊരു പോയിന്റ് നമുക്ക് എന്തിന് ചോദിച്ചല്ലോ. അപ്പൊ മകന് നമുക്ക് ആ പൈസ എന്തിനാണെന്നുള്ളത് ചോദിച്ചല്ലോ. ആ പൈസ എന്തിനാണെന്നുള്ള ചോദ്യം ചോദിച്ചു തുടങ്ങിയപ്പോഴാണ് നമുക്ക് ഇതിന്റെ ആവശ്യകത എന്താണെന്നുള്ളത് മനസ്സിലാക്കി അത് ചോദിച്ചു തുടങ്ങിയപ്പോഴാണ് മാറ്റങ്ങൾ വന്നു തുടങ്ങി. അന്ന് നമ്മുടെ ഞാൻ സാറിന്റെ ക്ലാസ്സിനൊക്കെ ഇരിക്കുമ്പോൾ വർക്കേഴ്സ് കുറവാന്നുള്ളതായിരുന്നു. ഇപ്പൊ അത് വർക്കേഴ്സ് എന്തിനാണെന്നുള്ളൊരു ചോദ്യം ചോദിച്ചപ്പോഴാണ് അതിന്റെ ആൻസർ കിട്ടിയപ്പോഴാണ് ഇപ്പൊ വർക്കേഴ്സ് ഇപ്പൊ 14 പേരിലേക്ക് എത്തിയത്. അതുകൊണ്ടാണ് വിശ്വസിക്കുന്നത്. അപ്പോ അന്നത്തെ വർക്കേഴ്സ് നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ മൂന്ന് പേരായിരുന്നു. 3 പേരിൽ 14 പേരിലേക്ക്. അതെ. അപ്പൊ ദിവസം മാറി പരീക്ഷിക്കുകയാണ്. എന്താണെന്നാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു വ്യൂ കിട്ടുന്നില്ലല്ലോ. ദിവസം മാറി പരീക്ഷിച്ച് കുറെ ലോസുകൾ വന്നിട്ടുണ്ട്. അതിലൊക്കെ അതൊക്കെ മാറി ഒരുവിധം ഒരു 50% ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഇനിയും മാറ്റങ്ങൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. താങ്ക് യു ശരത്. ഒരു മിനിറ്റ്. നല്ല ബിസിയുള്ള ആളുകളൊക്കെ ലെഫ്റ്റ് ചെയ്തു കേട്ടോ. അബ്ദുൽ സാർ ചോദിച്ചോളൂ. എന്റെ സംശയം എന്ന് പറഞ്ഞേ, നമ്മളൊരു പ്രധാന ഗോള് എയിം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ ഇപ്പൊ ഒരു സബ് ഗോൾസ് വരുന്നുണ്ട്. ഉദാഹരണം, ഞാൻ എന്റെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് പ്രൊഡ്യൂസർ സെറ്റപ്പിലാണ് പോകുന്നത്. ഇപ്പൊ അതിന്റെ ഇടയിൽ എനിക്കിപ്പോ ഇതിന്റെ പിന്നെ എന്റെ കുറെ കൃതികളുണ്ട്. ഇപ്പൊ ഗസൽ മോഡിലുള്ള അതുമാതിരി പിന്നെ സ്ക്രീൻ പ്ലേസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ അതൊരു പുസ്തക രൂപത്തിലാക്കിയിട്ട് എൻ്റെ ഒരു സജഷൻസിൽ കിട്ടിയതാണ് എനിക്ക്. അപ്പൊ ആ ഗോളില് നമ്മൾ ഇത് ചേർക്കുമ്പോ ആ പ്രധാന ഗോളിന് ഇത് വരുന്നുണ്ടോ? തീർച്ചയായിട്ടും വരും. എന്താ വെച്ചാല് നമ്മള് എവിടേക്കാണോ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്കറിയണം. ഓക്കെ, നിങ്ങളിപ്പോ ഒരു ഗോള് സെറ്റ് ചെയ്തു. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ ഒരു പണി ഏൽപ്പിച്ചു. ഓക്കെ, ഒരു പണി എന്ന് പറയുന്നത് എൻ്റെ വീടിന്റെ മുറ്റത്തുള്ള കല്ലുകൾ
500 കല്ലുണ്ട്, അത് മുകളിലേക്ക് എത്തിക്കണം എന്നായിരുന്നു ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച പണി. ആ കരാറാണ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. 500 കല്ല് എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1500 രൂപ തരാം, ഒരു കല്ലിന് 3 രൂപ വെച്ചിട്ട്. അപ്പോഴാണ് എൻ്റെ വൈഫ് പറഞ്ഞത് ഈ മുറ്റത്തെ പുല്ലെന്ന് പറിക്കണം പറഞ്ഞു. അപ്പൊ നിങ്ങൾ മുറ്റത്തെ പുല്ല് പറിക്കാൻ പോയി. ഓക്കെ, അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞു കുറച്ച് മാറാളുണ്ട്, ആ മാറാളെ ക്ലീൻ ചെയ്യുന്നതാണ്. മാറാളെ ക്ലീൻ ചെയ്യാനായി. വൈകുന്നേരം ഞാൻ വന്നപ്പോൾ ചോദിച്ചു കല്ലെന്താ കയറ്റാൻ ചോദിച്ചു. അപ്പം കല്ല് ഞാനിങ്ങനെ ഇവർ ഈ പണിയൊക്കെ പറഞ്ഞുകൊണ്ട് കയറ്റില്ലെന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, ശമ്പളമല്ല, ഓക്കെ ഞാൻ പറഞ്ഞ പണിയെല്ലാം എടുത്തിരിക്കുക. എന്താ നിങ്ങൾ ആ ഗോളിൽ നിന്ന് സ്കാറ്റേഡ് ആയിട്ട് പോയി. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ പോകുന്നതിന് പ്രശ്നമില്ല. അപ്പൊ പറയണം, വൈഫിനോട് പറയണം എന്താണ്, ഒക്കെ ഒരു കാര്യം ചെയ്തോളൂ, ഞാൻ ഇപ്പൊ ഈ കല്ല് കയറ്റണം വന്നിരിക്കുന്നത്, അപ്പൊ ഞാൻ ഇത് ഒന്നില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് പെർമിഷൻ വാങ്ങിയാൽ ഞാൻ ഇത്ര കല്ല് കയറ്റിയതിന് ശേഷം ഈ കാര്യങ്ങളിലേക്ക് തരാം. നിങ്ങളുടെ മെയിൻ ഗോളുകളിലേക്കുള്ള ഒരു യൂണിവേഴ്സിലേക്ക് പോകേണ്ട ഒരു കമാൻഡിൽ പോയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ അതിനെന്ത് ചെയ്യണം, സ്ലോലി നിങ്ങൾ മൈൻഡ് സെറ്റിൽ അത് ക്ലിയർ ചെയ്യണം. ഞാൻ ഇപ്പം എൻ്റെ ഗോൾ ചേഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒരു 1-2 ദിവസം എടുത്തിട്ട് ഞാൻ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഇപ്പൊ തൽക്കാലം ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്യുന്നുണ്ട്, അത് ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം തുടങ്ങും. ഇപ്പൊ ഞാൻ ഗസലിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. ഫോക്കസ് മാറിക്കഴിഞ്ഞ വിഷയമാണ്. ഫോക്കസ് മാറുമ്പോൾ എങ്ങോട്ടാണ് ഫോക്കസ് മാറുന്നത്, അതിനനുസരിച്ചിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാനും അതിനനുസരിച്ചിട്ടുള്ള ഒരു സ്ട്രാറ്റജി മാറ്റിക്കൊണ്ടിരിക്കണം. ക്ലിയർ ആണോ അബ്ദുൽ സാർ? പറഞ്ഞാൽ ക്ലിയർ ആണോ? നിങ്ങൾ ഗസലിലേക്ക് പോകുന്നതിന് പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്താവണം നിങ്ങൾ തീരുമാനിക്കണം. അതിനൊരു ക്ലാരിറ്റി വേണം. ഞാൻ ഇതിലേക്ക് പോകുമ്പോൾ ഇതിനെ ബാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതിലേക്ക് പോകുമ്പോൾ ഇതിനെ ബാധിക്കുന്നതിന് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്, അങ്ങനത്തെ ഒരു ക്ലാരിറ്റി വേണം. ഇതിന് ബാധിക്കാതെ തന്നെ തുടരാം എന്നുള്ള ഉദ്ദേശമാണ്. ബാധിക്കാതെ തുടരാം. അപ്പൊ നിങ്ങൾ അതിനെ സമയം വെക്കണം. ഓക്കെ, ടൈമിന് എന്ത് ചെയ്യണം, പ്രയോറിറ്റൈസ് ചെയ്യണം. നിങ്ങളെ പ്രൊജക്ടുകളെ നിങ്ങൾ ടു ഡു ലിസ്റ്റ് ചെയ്തിട്ട് പ്രയോറിറ്റൈസ് ചെയ്യണം. ഇതിനിത്ര സമയം, ഇതിനിത്ര സമയം, ഇതിനിത്ര സമയം, വിഷയമൊന്നുമില്ല. ക്വാളിറ്റി ടൈം കൊടുക്കും. ക്ലിയർ അല്ലേ? ഓക്കെ ശരി. അപ്പൊ ഗോപിക ലീവ് ചെയ്തിട്ടുണ്ട്, അവർക്ക് ഓഫീസിലേക്ക് വരാനുള്ള സമയമായിരിക്കും. ഓക്കെ, അപ്പൊ ഇനി പങ്കെടുത്ത എല്ലാ ആളുകൾക്കും താങ്ക് യു. സമയം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെട്ടുണ്ടാവും വിശ്വസിക്കുന്നു. സോ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഞാൻ എത്ര പഠിച്ചിട്ടുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ, ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് എനിക്ക് എത്രമാത്രം അറിയാം 100 എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാ 0.0.0.0 സംതിങ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ എനിക്ക് 1% എന്ന് പറഞ്ഞിട്ട് 0.1% പോലും എനിക്ക് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന തിയറിയെ കുറിച്ചിട്ട് അറിയില്ല. ഓക്കെ, ഞാൻ ഇതിന് എത്ര പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ളൂ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. 25-ലധികം പുസ്തകങ്ങൾ ഞാൻ ഇതിൻ്റെ വായിച്ചിട്ടുണ്ട്. 1900 എഴുതിയ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന പുസ്തകം മുതൽ ഈ പുസ്തകം വരെയും സീക്രട്ട് ഒരു ഓൾമോസ്റ്റ് എല്ലാ ദിവസവും വായിക്കാറുണ്ട്. അതേപോലെ എല്ലാ പുസ്തകങ്ങളും എല്ലാ ദിവസവും ഞാൻ ഇതിനെ കുറിച്ച് പഠിക്കാറുണ്ട്. എന്നാലും ഞാൻ പറയും എനിക്ക് 0.0.0.0 സംതിങ് പോലും ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ സബ്ജക്റ്റിനെ കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പം പഠിക്കുക. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചുകൊണ്ടേയിരിക്കുക, സ്റ്റോപ്പ് ചെയ്യരുത്. ഓക്കെ, ഓരോ ദിവസവും നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാലും നിങ്ങളെ ഈ ഒരു ജീവിതം അവസാനിക്കുന്നത് വരെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാലും ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് 1% പോലും നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. ഓക്കെ, സോ താങ്ക് യു ഓൾ. താങ്ക് യു സർ. Thank you, sir. Thank you all. Thank you, sir. Thank you, sir. Thank you, sir. Thank you very much.